Romans 10 verse 5. Romans 10 verse 5. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശെ എഴുതിയിരിക്കുന്നുവല്ലോ. Whatever is done according to the law, they will For live. Moses writeth that the man that doeth the righteousness which is of the law shall live thereby. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. Amen. ചെയ്ത മനുഷ്യൻ. The man which doeth these things shall live by them. That the man which doeth these things, those things. ചെയ്ത മനുഷ്യൻ, ഇത് ചെയ്ത മനുഷ്യൻ ഇതിനാൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. The man who shall doeth these things shall live. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേട്ടുവരുന്നത് ഈ റൈച്ചസ്നെസ്സിനെ കുറിച്ചാണല്ലോ. We have been listening to the righteousness continuously for the last 3 sessions. Romans 4:24 says നമ്മുടെ അതിക്രമത്തിന് വേണ്ടി യേശു മരിച്ചു, നമ്മുടെ നീതീകരണത്തിനായി യേശു ഉയർത്തു. Chapter 4:24 says he died for our sins and he was resurrected for our righteousness. യേശുവിന്റെ മരണമാണ് പാപക്ഷമയുടെ ഉറപ്പ് എങ്കിൽ യേശുവിന്റെ ഉയർപ്പാണ് നീതീകരണത്തിന്റെ ഉറപ്പ്. The death of Jesus is the confidence we have that our sins are forgiven, and the resurrection of Jesus is our confidence that we are righteous before God. യേശുവിന്റെ ഉയർപ്പാണ് നമ്മുടെ നീതീകരണത്തിന്റെ ഉറപ്പ്. The resurrection of Jesus is the confidence we have we are righteous. അവിടെ നമ്മൾ വന്നത് രണ്ടാമത്തെ സെഷനിലാണ് നമ്മൾ വന്നെത്തിയ പ്രധാന ചിന്ത ഇതായിരുന്നു. Second session, this was the main thought. ഒരു സൗജന്യ നീതി യേശുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു, പക്ഷെ മനുഷ്യന് അതിലേക്ക് കയറുവാൻ അവന്റെ സെൽഫ് റൈച്ചസ്നെസ് സമ്മതിക്കുന്നില്ല. There was a free righteousness is given, but our self righteousness is not allowing him to enter into the righteousness of God, which is free. ഈ കഴിഞ്ഞ പകല് നമ്മൾ ചിന്തിച്ചത് ആ നീതി വെളിപ്പെട്ടത് സുവിശേഷത്തിലാണ്. And in this morning we meditated that righteousness was revealed in the gospel. ഈ സുവിശേഷത്തിൽ വെളിപ്പെട്ട നീതിയെക്കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. This revelation of the righteousness of God was mentioned in prior to this. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Because it is written, my just shall live by faith. എന്ന പ്രവചനത്തിന്റെ നിവർത്തീകരണമായിരുന്നു യേശുവിൽ നിവൃത്തിയായ നീതി. ആ നീതിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. It was a prophecy in the Old Testament that was fulfilled in Jesus, and that is come to you. യേശു ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കേൾക്കുന്നത് യേശുവിൽ നിവൃത്തിയായ നീതി എന്നുള്ള വിഷയത്തെക്കുറിച്ച്. I mean, today this evening we are going to hear the fulfilled righteousness in Christ. യോഹന്നാന്റെ അടുക്കൽ സ്നാനപ്പെടുവാനായി യേശു വരുമ്പോൾ യോഹന്നാനോട് യേശു പറയുന്ന പദം ഞാൻ പകല് പറഞ്ഞിരുന്നു, പിന്നെ ആവർത്തിക്കാം. ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകേണ്ടതുണ്ട്. When Jesus came to John the Baptist to be baptized, when he denied that, Jesus said, let all this righteousness be fulfilled. So there is a righteousness need to be fulfilled, he mentioned. എന്നാൽ അവിടുന്ന് ക്രൂശിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവസാനത്തെ വാക്കുകൾ അവിടുന്ന് പറഞ്ഞത് it is finished. But right before he died on the cross, he said it is finished. നീതി നിവർത്തിയാകുവാനുണ്ട് എന്ന് പറഞ്ഞ യേശു നീതി നിവർത്തിച്ചിരിക്കുന്നു. തിരുവെഴുത്ത് പറയും വണ്ണം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നിൽ നീതി നിവർത്തിയായിരിക്കുന്നു. The same Jesus who said the righteousness need to be fulfilled, he is saying that everything is fulfilled, everything is written is fulfilled. എന്തെല്ലാം നിവർത്തിയാകണമെന്ന് പറഞ്ഞോ അത് മുഴുവൻ യേശു നിവർത്തിച്ചിരിക്കുന്നു. Whatever need to be fulfilled in Jesus, it is fulfilled. എന്തുകൊണ്ട് യേശു എന്തെല്ലാം ലോയുടെ മുഴുവൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്തു? I mean, why Jesus fulfilled all the requirement of the law? അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ച വാക്യം. That is what we read here. റോമൻസിൽ നമ്മൾ വായിച്ച വാക്യം അതാണ്. ഇത് ചെയ്ത മനുഷ്യൻ, Romans 10 verse 5, ഇത് ചെയ്ത മനുഷ്യൻ ഇതിനാൽ ജീവിക്കുമെന്ന് അത്ര എഴുതിയിരുന്നത്. I mean, Romans 10:5 says, whatever is who do it, you will live.
So entire Old Testament law was waiting for the man who doeth. And the Old Testament, yes. I don't need to. ഇത് ചെയ്യുന്ന ഒരു മനുഷ്യനെ മുഴുവൻ ന്യായപ്രമാണവും നോക്കിക്കൊണ്ടിരിക്കുക. I mean, the Old Testament or the law was waiting for the manifestation of a man who will come and fulfill this law. ഇത് ചെയ്യുന്ന പർട്ടിക്കുലർ ഇത് ചെയ്യുന്ന ആർക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യുന്ന ഒരു മനുഷ്യൻ. Okay, they were waiting for somebody who can Yeah. do these things in the law. The Old Testament was waiting for it. കാരണം ഈ റിക്വയർമെന്റ് ആർക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. Because these requirements were not able to be met by people. പക്ഷെ ആ ലോയ്ക്കകത്തുള്ള പ്രോമിസ് ആണ് നമ്മളിവിടെ ഈ കണ്ടിട്ടുള്ളത്, ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കും. I mean, the promise is here that whoever do it, they will live. 10 verse 5 it started with inverted comma. See, inverted comma അവസാനിക്കുക. It's a quotation from the Old Testament. Right. ഇത് പഴയ നിയമത്തിൽ നിന്ന് എടുത്തിട്ടിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ്. അവിടെ അതിൻ്റെ എഴുതിയിരിക്കുന്ന കണ്ടന്റ് ഇതാണ്. ഇത് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ആ ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാൽ ജീവിക്കും. The substance of that verse is that if there is a man who is able to do it, he will live. ആ ചെയ്യുന്ന മനുഷ്യനെ 242 തലമുറയിൽ അന്വേഷിച്ചു. I mean, they were looked for a person who could fulfill all these commandments for 242 generations, but they could not find him. അവിടെയാണ് ഒരാൾ വന്നത്. I mean, that is when one person came. 242 തലമുറകൾ പല പല ജനറേഷൻസിൽ നോക്കിയിട്ട് കാണാൻ കഴിയാതിരുന്നതിനെയാണ് ഒരു വ്യക്തിയിൽ കണ്ടത്. ആ വ്യക്തിയുടെ പേര് യേശു. For 242 generations, they were looking for a person who is able to fulfill these commandments. They could not find it, but now they found in Jesus it's fulfilled. ഈ 242 തലമുറയുടെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ യഥാർത്ഥ മുഖമാണ് പഴയ നിയമം മുഴുവൻ. I mean, the Old Testament is, the whole Old Testament is the picture of people trying to fulfill the law. Failure. The picture of the failure of trying. ശ്രമം കൊണ്ട് ചെയ്യുവാൻ ശ്രമിച്ചതിന്റെ പരാജയമായിരുന്നു പഴയ നിയമത്തെ ആളുകളെ നമ്മൾ കണ്ടത്. I mean, the failure of that. No. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു കളയും. Okay, got it. Thank you. Okay. Say that. ഇത് ചെയ്യുന്ന മനുഷ്യന് വേണ്ടി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. I mean, they were all waiting for somebody who could do it. Hallelujah. Hallelujah. പക്ഷേ ഈ ചെയ്യുന്ന മനുഷ്യനെ ആരും കണ്ടിരുന്നില്ല. But they could not find a person who is able to do പക്ഷേ this. ഇവിടെയല്ല ഈ ചെയ്യുന്ന മനുഷ്യൻ വരുന്നതിനെ കുറിച്ചുള്ള പ്രൊഫസി ഉണ്ടായിരുന്നു. But there were prophecies throughout about a person who is going to come and fulfill this law. പക്ഷേ ഈ ചെയ്യുന്നവനെ ആരും കണ്ടില്ല. But they could not find a single person who is able to do it. ചെയ്ത വ്യക്തി യേശു ആയിരുന്നു. But the person who did it was Jesus. Hallelujah. Amen. Hallelujah. Okay. നമുക്ക് ഇതിന്റെ വിഷയത്തിലേക്ക് വരാം. Let's come to the subject now. റോമൻസ് 3 നിന്നാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. Today I'm going to talk from Romans 3. Okay. Chapter 3. Romans 3. വിശ്വസിക്കുന്ന ഏവനും ഓക്കെ 3 ഫുള്ള് ഞാൻ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. I would like to read the whole chapter of chapter 3. റെഫറൻസ് ആ വാക്കുകൾ മാത്രം പെട്ടെന്ന് പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗത്തിൽ എടുക്കാനായിട്ട് കഴിയും. I will just say the verses, you can take the portion. Okay. 21 verse. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. But now the righteousness of God without the law is manifested, being witnessed by the law and the prophets. See, it's already being witnessed by the law and prophets. Amen. It is witnessed by the law. When righteousness is going to reveal, that revealing righteousness is already witnessed by the law and prophets. Amen. ഒരു നീതി വെളിപ്പെടുവാൻ പോകുന്നു എന്ന്
ന്യായപ്രമാണവും പ്രവാചകന്മാരും മുൻകൂട്ടി സാക്ഷ്യം I പറഞ്ഞിരുന്നു. mean, there is a righteousness going to be revealed. It was already testified by the prophets and the Old Testament. അതിന് verse 22 അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരെ സാക്ഷ്യം പറയുന്നു. I mean, even the righteousness of God, which is by faith of Jesus Christ, അതെന്താ being witnessed by the law and the prophets. ആ വെളിപ്പെടുന്നു എന്ന് പറഞ്ഞ നീതി ഏതാണ്? What is that righteousness which is to be revealed? അതാണ് 21-ാം വാക്യം തുടങ്ങുമ്പോൾ പറയുന്നത് ഇപ്പോഴോ but now. But in the 21st verse it says, but now, apart from the law, the righteousness of God. Amen. See that apart from the law, a righteousness of God hath been manifested. ലോയ്ക്ക് പുറത്ത്, I mean, outside of the law. ലോ പറഞ്ഞതല്ലാത്ത ഒരു നീതി. I mean, the law, the righteousness which the law did not say it. ലോയിൽ ഉൾപ്പെടാത്ത ഒരു നീതി. This righteousness is not included in the law. ഓ ഭയങ്കരവാദ. Amen. നമ്മൾ അതിന്റെ ഡെപ്തിലേക്ക് ഒന്ന് ഇറങ്ങുക. Can we go into the depth of that? മൊസൈക്ക് ലോ വരുന്നതിന് മുമ്പ് ഇവിടെ നീതിമാന്മാരുണ്ടായിരുന്നു. I mean, there were righteous people before the Mosaic law came. സീനായ് മലയിൽ മോശയ്ക്ക് ദൈവം നിയമം കൊടുക്കുന്നതിന് മുമ്പേ കാലഘട്ടത്തിൽ നീതിമാന്മാരുണ്ടായിരുന്നു. Before the law was given on the Mount Sinai, there were righteous people. നോഹയൊക്കെ ദൈവം നോക്കിയിട്ട് പറഞ്ഞ നീതിമാൻ എന്നാ. I mean, God looked at Noah and said he is righteous. എന്നാൽ ലോ വന്ന ശേഷം നീതിമാന്മാരുടെ പട്ടികയില്ല. But what happened is after the law came, the list of righteous are gone. എന്നാൽ ആ ലോയിൽ പോലും പ്രോഫറ്റ്സ് പറഞ്ഞു ലോയിലൂടെ അല്ലാതെയുള്ള ഒരു നീതീകരണമുണ്ട്. Even in the law, the prophet mentioned that there is a righteousness outside of the law. നീതി നിയമത്തിലൂടെ അല്ലാതെ നിവൃത്തിയാകാൻ പോകുകയാണ്. I mean, the righteousness is going to be fulfilled outside of the law. അതിന് പ്രവാചകന്മാരും ന്യായപ്രമാണവും സാക്ഷ്യം പറഞ്ഞു. I mean, the prophets witnessed this. ഇപ്പോൾ ആ നീതി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. I mean, now that righteousness is revealed. 21 ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. But now the righteousness of God without the law is manifested, being witnessed by the law and prophets. ദൈവത്തിന്റെ നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. I mean, by the law, I mean, the righteousness of God without the law is manifested. Without the law. Without the law. അതാണ്, that is very important. നിയമം കൂടാതെ നീതി നിവൃത്തിയായിരിക്കും. Without the law, righteousness is fulfilled. അപ്പൊ യേശുവിൽ ഫുൾഫിൽ ആയത് രണ്ട് തരത്തിലുള്ള നീതിയുടെ നിവൃത്തീകരണമാണ്. I mean, in Jesus there are two types of righteousness being fulfilled. ഒന്ന് ഔട്ട്സൈഡ് ദ ലോ. I mean, one is outside the law. രണ്ട് ലോയിലുള്ള നീതി. Second is the law, the righteousness in the law. Hallelujah. Amen. ഇന്ന് യേശുവിൽ വിശ്വസിക്കുമ്പോഴും When you believe in Jesus, നിങ്ങളിലും എന്നിലും ഇത് രണ്ടും നിവൃത്തിയാകും. I mean, this is exactly what is happening in you and me. These two will be fulfilled. നിയമത്തിന് പുറത്തുള്ള നീതിയും നിയമത്തിനകത്തുള്ള നീതിയും. I mean, you will get the righteousness outside the law and inside the law. Hallelujah. Amen. കാരണം നിയമം പറഞ്ഞു ചെയ്യുന്നവൻ ജീവിക്കും. I mean, the law said whatever you do, you will live. യേശു അന്ന് ചെയ്തു. Jesus came and did it. എന്നോട് പറഞ്ഞു വിശ്വസിച്ചോ ജീവിച്ചോ. And told me believe and live. ഞാൻ ആവർത്തിക്കാം. നിയമം പറഞ്ഞു ചെയ്യുന്നവൻ ജീവിക്കും. I'll repeat. The law said those who do, they will live. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. I couldn't do it. എനിക്ക് ജീവിതം കിട്ടിയിരുന്നില്ല. I didn't have the life. എനിക്ക് ജീവൻ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു, മരണം ഉണ്ടായിരുന്നു. If I didn't have the life, then what do I have? Death. I was dead in sin and trespasses. Yes. ഞാൻ അതിക്രമത്തിലും പാപത്തിലും മരിച്ചവനായിരുന്നു. I was dead in sin and trespasses. ഒരിക്കലും എനിക്ക് ചെയ്ത് നിവർത്തിച്ച നീതി കിട്ടുകയില്ലായിരുന്നു. I couldn't commit things and do things and get the righteous. എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നു, അത് യേശു വന്ന് ചെയ്തു. Whatever I could not do, Jesus came and did it. എന്നിട്ട് യേശു എന്നോട് പറഞ്ഞു, Then Jesus told me, എന്നിൽ ഇപ്പോൾ നിവൃത്തിയായിട്ടുണ്ട്. It is fulfilled in me. വിശ്വസിച്ചാൽ, now if you believe, എന്നിൽ നിവൃത്തിയായത് നിന്നിലേക്ക് വരികയാണ്. Whatever is fulfilled in me is coming to you. Come on. Hallelujah. Hallelujah. ഇന്ന് എന്നിൽ നീതി നിവൃത്തിയാകുന്നുണ്ട്. Today the righteousness is being fulfilled in me. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. Not because I did something.
യേശു എല്ലാം ചെയ്തേ. Jesus did everything. എല്ലാം ചെയ്ത യേശുവിൽ എന്നെ കയറ്റി എല്ലാം ചെയ്തവനെ പോലെ എന്നെ ആക്കി. He let you enter into Jesus who performed everything and consider you as the person who performed everything. ഇന്ന് ഞാൻ എല്ലാം ചെയ്ത പോലെ പിതാവ് കാണുന്നത്. I mean, now Father is looking at you, at me, as if I did all these things. ഞാനൊന്നും ചെയ്തിട്ടില്ല. Even though I did not anything, എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. I could not do it either. പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഞാൻ എങ്ങനെയാ നിയമം അനുസരിച്ച്? I was bound in sin. How can I fulfill the law? ഉദാഹരിക്കുക ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഞാൻ എങ്ങനെയാ നിയമം അനുസരിച്ച് രക്ഷപ്പെടുന്നത്? I mean, me who is bound in sin, how can I obey the law and get righteousness? കൈയും കാലും ഒരു മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുന്നു. I mean, think about that. Somebody's hand and legs are tied. Okay, അയാൾ ഒരു കുളത്തിൽ വീണു, അല്ലെങ്കിൽ ഒരു വലിയ നദിയിൽ വീണു. Say he fell into the pond or in water. ഓരോ പ്രാവശ്യം കാല് കുത്തി പൊങ്ങി വരുമ്പോഴും I mean, he tried to come out of the water. ഞാൻ അവനോട് ചോദിക്കുകയാണ്, ട്രൈ ചെയ്തു. I keep on saying, try, come out. ഞാൻ അവനെ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതേ 10 കൽപ്പന എഴുതിയിരിക്കുന്നു, ഓരോന്നനുസരിച്ചാ നിനക്ക് കരയിൽ കയറാം. I mean, then I show him there are 10 commandments written. If you obey that, you can come out. ഞാൻ കരയിൽ നിന്ന് കമാൻഡ്മെന്റ്സ് ഓരോന്ന് വായിച്ച് കേൾപ്പിക്കുക. I stand on the shore and tell him, the guy in the water, that all the commandments are there. If you obey it, you can come out. ഒന്നാമത്തെ കൽപ്പന, വലത്തെ കൈ മുമ്പിലേക്ക് അടിക്കുക. First commandment, you go forward, put your hand. രണ്ടാമത്തെ കൽപ്പന, ഇടത്തെ കൈ അടിക്കുക. I mean, the second commandment is you raise the left hand and forward. I mean, take the breath. 5 കമാൻഡ്മെന്റ് ആകുമ്പോഴത്തേനും മിക്കവാറും ആളുടെ കാറ്റ് പോകും. I mean, after 5 commandments, the man will die. ഇവിടെ ആവശ്യം കമാൻഡ്മെന്റ് അല്ല. What we need over there is not commandment. അവൻ ബന്ധിക്കപ്പെട്ടവനാണ്. He is bound. ഇനി ആവശ്യം ഇവിടെ കമാൻഡ്മെന്റ് അല്ല. I mean, the person who bound don't need commandment. ഒരുവൻ എടുത്തു ചാടി അവനെ രക്ഷിക്കണം. Somebody has to jump into the water and save him. ഇതാ യേശു ചെയ്തത്. This is what Jesus did. Amen. Hallelujah. മാനവരാശി അകൃത്യത്തിലും പാപത്തിലും മരിച്ചു കിടന്നപ്പോൾ, when the mankind was dead in sin and trespasses, കർത്താവ് വന്ന് കൽപ്പന തരുവല്ലേ ചെയ്തേ? I mean, what Jesus did not come and gave us the commandments. നീ ഇതെല്ലാം ചെയ്ത് രക്ഷപ്പെട്ടോളാം പറയുക. Jesus did not say that you do all these things and get out. എടുത്തു ചാടി എന്നെ തോളിൽ വെച്ച് കരകയറ്റുകയായിരുന്നു. I mean, what he did, he jumped into the water and put me on the shoulder and took me out of that. Hallelujah. Amen. ഇത് ഇവിടെ ഈ സെൽഫ് റൈച്ചസ്നെസ്സിന്റെ ആ ഒരു ശരിക്കും അതിനകത്ത് നിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മുടെ അപ്രായോഗികത, നമ്മുടെ പരിമിതി നമ്മൾ അറിയണം. In order to come out of the self righteousness, we need to understand our limitation. The failure of the self righteousness. Yeah, man. സ്വയനീതിയുടെ പരാജയം അറിഞ്ഞാലേ ദൈവനീതിക്ക് ശരണപ്പെടാൻ പറ്റുള്ളൂ. Unless you know the failure of self righteousness, you will not depend on the righteousness of God. സ്വയനീതിയുടെ പരാജയം അറിയുന്ന എപ്പോഴാണെന്ന് അറിയാം. ഇവിടെയാണ് ആ ചിത്രം വ്യക്തമാകുന്നത്. I mean, when do you come to know the inability of your self righteousness? സ്വന്തമായിട്ട് എത്ര ശ്രമിച്ചാലും എന്നെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുകയില്ല. Even though I try my best, I cannot come out. കാരണം ഞാൻ പാപത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. Because I am tied in sin. എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. Whatever I tried, I cannot come out. വേറൊരാൾ പുറത്തുനിന്ന് ശ്രമിച്ചേ പറ്റൂ. Somebody has to come from outside and try to lift me up. അതാ യേശു വന്ന് ചെയ്തേ. That is what Jesus did. എന്ത് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നോ, whatever I was not able to do, യേശു വന്നത് ചെയ്തു. Jesus came and performed it. എന്നിട്ട് എന്നോട് പറഞ്ഞു, then he said to me, വിശ്വസിച്ച് ഈ നീതിക്കൊന്ന് കീഴ്പ്പെടാൻ. you believe it and submit yourself into this righteousness. എന്നാൽ നിയമം പറഞ്ഞ നീതി നിന്നിൽ നിവൃത്തിയാകും. then the righteousness which is said in the law will be revealed in you. Jesus. Amen. Hallelujah. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. I mean, that's why Romans 8:1 says that there is no condemnation for those who are in Christ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. For the law of the spirit of life, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. Chapter 8 verse 2 onwards, for the law of the spirit of life in Christ Jesus. Let's read 3 verse 3. For what the law could not do. For what the law could not do. In that it was weak through the flesh. God sending his what the law could not do. Amen. എന്തായിരുന്നു നിയമത്തിന് ചെയ്യാൻ കഴിയാഞ്ഞത്? Whatever the law
could not do, അവൻ വന്ന് ചെയ്തു. he came and did it. Hallelujah. എന്നിട്ട് he delivered me from the law. And it, yes. വായിച്ചു. And condemned sin in the flesh, that the righteousness of the law might be fulfilled in us. In us. In us. By doing. Jesus ഞാനല്ല ചെയ്തേ. By the work of Jesus. By the work of Jesus, it is fulfilled. നിങ്ങൾ എന്റെ കൂടെ വരുന്നില്ല ഇവിടെ. You are not coming with me. Hallelujah. Amen. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ. Amen. For what the law could not do, in that it was weak through the flesh. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് എവിടെയാണ്? What was that law could not do? ന്യായപ്രമാണം നല്ലതായിരുന്നു. The law was good. പക്ഷെ ന്യായപ്രമാണത്തിന് കഴിയാതെ പോയത് എന്റെ വീക്ക്നെസ്സിന് മുമ്പിലാണ്. I mean, but the law, the impossibility is that I am weak. The law is good. Law is good. Yeah. But I am weak. I am weak. നിയമം നല്ലതാ, ഞാനാ കൊള്ളാത്തെ. I mean, the law is good, but I am the bad. കൊള്ളാത്ത എന്നോട് നിയമം പറയുന്നു ചെയ്തു. I mean, the one I am who is bad, the law is saying that keep doing it. Do it. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. But I am not able to do it. ചെയ്താൽ നല്ല കാര്യമാണ്. I mean, if you could do it, it's a good thing. ചെയ്തില്ലല്ലോ. If you don't do it, ചെയ്താൽ അനുഗ്രഹം, ചെയ്തില്ല ശാപം. I mean, if you don't do it, then there is a curse. അപ്പൊ ചെയ്തില്ലാത്ത എനിക്ക് എന്നാ ഉള്ളേ? I mean, then what do I have who do not do the law? ശാപമുള്ളേ. It's only curse. ഈ കേഴ്സിൽ നിന്നാണ് ചെയ്ത യേശുവിനെ വിശ്വസിച്ചപ്പോൾ ഞാൻ രക്ഷപ്പെട്ടത്. I mean, from this curse, when I believed in Jesus who performed the law, that I got saved. ഓ, നിങ്ങൾ എന്റെ കൂടെ ഇല്ല. You are not with me. റോമൻ 7ലേക്ക് പോയേ പറ്റൂ. Oh, you have to go chapter 7 of Romans. ഓ, അവിടെ വ്യക്തമാക്കുന്നുണ്ട്. I mean, that it's clear. അതവിടെ ഭയങ്കര വ്യക്തമാണ്. I mean, it's very clear over there. 7 verse 19. 19th verse of 7. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. For the good that I do not. ശ്രദ്ധിച്ചു കേക്ക്. ഞാൻ സ്പീഡിൽ പോവാണ്. ഞാൻ കുറച്ച് നിങ്ങൾ എന്റെ കൂടെ വന്നാട്ടെ. Listen carefully, and I'm going a little faster. ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. For the good that I would do not. 19th verse. Okay, for the good that I do not. But the evil which I would not, that I do. 19th verse. ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രയും ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. Okay, now if I do that I would not, it is no more I that do it, but the sin that dwelleth in me. So Paul is saying someone is leading me, that is sin. Amen. I am under his slavery. Sin is my master and I am his slave. That's right. Hallelujah. 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 Okay, 14ാമത്തെ വാക്യം നോക്കാം. Verse 14. ന്യായപ്രമാണം ആത്മീകമെന്നും നിങ്ങൾ അറിയുന്നല്ലോ, ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. For we know that the law is spiritual, but I am carnal, sold under sin. Okay, my master is sin, I am a slave. Slave ആയ എന്നെ മാസ്റ്റർ ആയ സിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നു. I mean, the master sin is leading me, who is a slave. Hallelujah. ഇവിടെ കമാൻഡ്മെന്റ് കൊണ്ട് എനിക്ക് എന്നെ രക്ഷിക്കാൻ പറ്റുകയില്ല. Here with the commandment I cannot get saved. If I am controlling myself, then I can ഒരുപക്ഷേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയേക്കാം. Yeah, if I am controlling myself, then I will be able to get saved. ഇപ്പോ എൻ്റെ മേളിൽ ഒരു മാസ്റ്റർ ഉണ്ട്. But I have a master here which is sin. Yeah. Amen. പാപം എന്ന മാസ്റ്റർ എൻ്റെ മേളിലുണ്ട്. പാപം എന്നെ കൊണ്ട് ചെയ്യിക്കുക. I mean, the sin is making me do these things because he is the master. ഞാൻ ചെയ്യുവല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. I mean, I am not doing it, but the sin is making me doing it. പാപം എന്ന മാസ്റ്റർ എന്നെ കൊണ്ട് ചെയ്യിക്കുക. The master, the sin which is the master is letting me do it or making me do it. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് അടിമയ്ക്ക് ഒരിക്കലും സ്വന്തമായിട്ട് തീരുമാനമില്ല. ഉടമയുടെ തീരുമാനത്തിനാണ് അടിമ പോയിക്കൊണ്ടിരിക്കുന്നത്. You know, a slave has no freedom. He goes by whatever the master says. ഉടമ പറയുന്നു അങ്ങോട്ട് പോടാ. I mean, the master says go this way, he will go. അങ്ങോട്ട് പോകുന്നു. I mean, he go that way. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വരുന്നു. You come this way, then he will come. അതാ താഴെ പറഞ്ഞു, ഞാൻ ഇച്ഛിക്കുന്നല്ല ഞാൻ ചെയ്യുന്നത്. That is what it says down below, that whatever I desire I cannot do it. I'm not doing it. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. I have a desire to do good. പാപരഹിത ജീവിതം നയിക്കണമെന്ന് എനിക്ക് I ആഗ്രഹമുണ്ട്. have a desire to do a life, holy life. പക്ഷെ ഞാൻ സ്ലേവ് ആണ്.
What's that? Slave ആണ്. But I am a slave. എന്റെ മേളിൽ ഒരു മാസ്റ്റർ ഉണ്ട്. I have a master above me. എന്നെ മാസ്റ്റർ ആണ് നയിക്കുന്നേ. My master is leading me. എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടമില്ല. I mean, I don't like to do this. ഓക്കെ, ഇതാണ് അവസ്ഥ. This is the condition. ഇനി ഇങ്ങനെയുള്ള ഞാൻ, I mean, me who is in this condition. അങ്ങനെ 21 verse 21, 7 verse 21, അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ടെന്നുള്ള ഒരു പ്രമാണം കാണുന്നു. I find then a law that when I would do good, evil is present with me. നന്മ ചെയ്യാൻ എനിക്ക് ഇച്ഛയുണ്ട്, പക്ഷെ തിന്മയാ ചെയ്യുന്നത്. I have a desire to do good, but I am doing bad. പക്ഷെ verse 22 നോക്കിക്കേ. 22nd verse. ആ സമയത്തും even in that time, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. I delight in the law of God. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങൾ കാണുന്നു. അത് എന്നിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? For I delight in the law of God after the inward man, but I find then a law that when I would do good, evil is present with me. But I see another law in my members, warring against the law of my mind. Law is there in my heart, but I see another law in my members. Amen. Hallelujah. Amen. But I see another law in my members. Hallelujah. That law, the law which rules my members, is conquering the law which is inside me. Amen. എൻ്റെ അകത്തുള്ള ആ ലോയെ എൻ്റെ മെമ്പേഴ്സിലെ അവയവങ്ങളിലുള്ള ലോ കൺട്രോൾ ചെയ്യുന്നു. Hallelujah. Amen. I want to do good. I want to lead a little better life. എനിക്ക് നല്ല ജീവിതം ചെയ്യാൻ ആഗ്രഹമുണ്ട്. But the law which controls my members is not allowing me. എൻ്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ആ ലോ എന്നെ സമ്മതിക്കുന്നില്ല അതിനാ. In this particular situation, I trust law. ഈ കണ്ടീഷനിൽ ഞാൻ ലോയെ ട്രസ്റ്റ് ചെയ്യാം. I see joy in the law. ഞാൻ നിയമത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ആനന്ദം കണ്ടെത്തി. I find rejoicing. I trust law. I trust the law and I rejoice in the law. I beg to law, please save me from this pathetic situation. ആമേൻ. ഞാൻ ദൈവത്തോട് എന്നെ ഇതിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് അപേക്ഷിച്ചു. Hallelujah. Amen. I thought law will save me. ആമേൻ. ഞാൻ നിയമം എന്നെ വിടുവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നാൽ then താഴെ വന്നപ്പോൾ കണ്ടത് നിയമം രക്ഷിച്ചതല്ല. Amen. What we see down below is that the law did not save me. നിയമം ഉള്ളപ്പോഴും ഞാൻ പാപത്തിന് ബന്ധിക്കപ്പെട്ടു. I mean, even though the law was there, I am still bound in sin. Oh, hallelujah. Hallelujah. എങ്കിലും verse 23, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങൾ കാണുന്നു, അത് എന്നിലുള്ള അവയവത്തിന് പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളഞ്ഞു. But I see another law in my members, warring against the law of my mind and bringing me into captivity to the law of sin which is in my members. The law which rules my members make me under captivity. എൻ്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ആ നിയമം എന്നെ captive ആക്കുന്നു, എന്നെ അടിമയാക്കുന്നു. At the same time I am seeing joy in the law. Law was in my heart. ഹൃദയത്തിൽ ഞാൻ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു. എൻ്റെ ഉള്ളിൽ നിയമമുണ്ട്. I have law inside of me. നിയമം ഉള്ളപ്പോഴും ഞാൻ പാപത്തിന് ബന്ധിക്കപ്പെട്ടു. Even though I have the law inside of me, I am bound in sin. നിയമത്തിന് എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. The law could not save me. എന്നും ഞാൻ തീരുമാനിക്കും. I mean, every day I decide. ഞാൻ ഇന്നു മുതൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കും. I will have a good life tomorrow onwards, a holy life. പക്ഷേ പിന്നെയും ചങ്കരൻ കോക്കനട്ട് ട്രീ. I mean, again we do commit the same sin. കോക്കനട്ട് ട്രീ എന്ന് ചങ്കരൻ ഇറങ്ങുന്നില്ല. Hallelujah. We commit the same sin over and over. പിന്നെയും തീരുമാനിക്കുന്നു. I mean, again you decide. പിന്നെയും കോക്കനട്ട് ട്രീയെ തന്നെ ഇരിക്കുന്നു. I mean, then again you are committing the same sin. Hallelujah. പിന്നെയും തീരുമാനിക്കുന്നു. Again you decide. തീരുമാനം എടുക്കുന്നതുകൊണ്ട് ജയിക്കാൻ പറ്റുന്നില്ല. By just taking decision you are not able to overcome. ഇതാരാ പറയുന്നേ? Who is saying this? Paul. It is Apostle Paul saying this. ലോയിലുള്ള ലൈഫിന്റെ ഫെയിലിയർ ആ പറയുന്നേ. I mean, Paul is saying the failure of the law, the life in the law. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാ അങ്ങേരെ. I mean, he is a Pharisee according to the law. He knows the law. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശന്റെ ഗതി ഇതാണെങ്കിൽ, if the condition of a Pharisee according to the law is this,
ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായ മനുഷ്യൻ പറയാണ്, നിയമം എന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു ഗുണമില്ല, പാപം എന്റെ അവയവത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുക. A Pharisee, according to the law, is saying this. He is saying that even though I have the law, I am dying because of the sin in my membrane. In my members. എന്റെ അവയവത്തിലുള്ള പാപത്തിന് ഞാൻ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. I'm under the slavery of the sin in my members. Hallelujah. Amen. എന്നിട്ട് ആ മനുഷ്യൻ നിലവിളിക്കുക, അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ. I mean, then he is crying, oh what a wretched man I am. 24 verse 24, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനം, കാരണം ലോ എന്നെ കൊണ്ടുപോകുന്ന മരണത്തിലേക്കാണ്. I mean, the Lord take me to death, so he is crying out, oh wretched man that I am, who shall deliver me from the body of this death. കണ്ടോ, ഈ ബോഡിയിലാ പരാജയം എന്ന മനുഷ്യൻ തിരിച്ചറിഞ്ഞു. I mean, he realized that the failure is in this body. ഫോക്കസ് കിടക്കുന്നത്. That is where the focus is. ഈ ബോഡിയിലാണ് തോറ്റതെന്ന് അവന് മനസ്സിലായി. I mean, he understood that the failure is in the body. സോ അദ്ദേഹത്തിന് ഒരു ക്ലോസ് കിട്ടി അവിടെ. I mean, he found out a clause here. ഞാൻ ഫെയിലിയർ ആയ ഈ ബോഡിയിൽ ഒരുത്തൻ വന്നാൽ എന്നെ സേവ് ചെയ്യാൻ കഴിയും. I mean, if a person come in the body which I failed, then he can save me. അതാ 8:4 പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഏത് ജഡത്തിൽ? യേശുവിന്റെ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. എന്തിനാ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങളിലും എന്നിലും ന്യായപ്രമാണത്തിന് നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. That is what we read in the 4th verse of the 8th chapter, that the righteousness of the law might be fulfilled in us who walk not after the flesh but after the spirit. For they that are after the flesh do mind the things of the flesh, but they that are after the spirit. No, മേള. For what the law could not do. For what the law could not do. For in that it was weak through the flesh, God sending his own son. That weakness പരിഹരിക്കാൻ, ജഡത്താലുള്ള ബലഹീനത പരിഹരിക്കാൻ, to restore what the law could not do, to accomplish that. To accomplish that. Come on. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. Amen. 7th chapter last verse നിലവിളി, അയ്യോ എന്നെ രക്ഷിക്കണേ. I mean, the 7th chapter we read that, oh what a wretched man I am, save me. ഈ മോർട്ടൽ ബോഡിയാ പ്രശ്നം. I mean, this body is the problem. Come to that point please. Please, amen. ആ പോയിന്റിലേക്ക് വന്നാട്ടെ. This body is the problem. Mortal body is the problem. I mean, ഈ ശരീരമാണ് പ്രശ്നം. ഈ ശരീരത്തിൽ ഒരുത്തൻ വന്ന് ജയിച്ചാൽ ഇതിന്റെ അകത്ത് രക്ഷപ്പെടാം. If a man can come in this body and overcome, then I can get saved. ഈ ശരീരം എന്നെ തോൽപ്പിച്ചിട്ടിരിക്കുന്നു. I mean, this body is the one who is failing me. ശരീരത്തിൽ ഒരുത്തൻ വന്നു. I mean, somebody who came in the body. എനിക്ക് ശരീരത്തിൽ ചെയ്യാൻ പറ്റാത്തതിനെ ചെയ്തു. I mean, whatever I could not do in the body, he did it. ചെയ്തിട്ട് പറഞ്ഞു, വിശ്വസിക്കേ. I mean, then he said, believe. Oh my Jesus. Amen. Hallelujah. 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 ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും, എന്നെ വാക്കുകള മലയാളത്തിൽ അത്, പാപജഡത്തിന്റെ സാദൃശ്യത്തിലും, അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ദൈവം ഒരാളെ അയച്ചു. For what the law could not do, in that it was weak through the flesh, God sending his own son in the likeness of sinful flesh. In the likeness of the sinful flesh. And for sin. And condemned sin in the flesh. And condemned the sin in his flesh. Yeah, amen. In whose flesh? Jesus' flesh. യേശുവിന്റെ ശരീരത്തിൽ. Hallelujah. Hallelujah. ഇന്ന് condemned, that body is condemned. I mean, the body of Jesus was condemned for our sins. For our sins. So 8 verse 1 start with, in Christ there is no condemnation. I mean, that's why that body is condemned. That's why you don't have any condemnation. Therefore, today. there is no condemnation because his body was condemned. Thank you, Jesus. Amen. Hallelujah. 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 He is performed.
ചെയ്ത മനുഷ്യൻ ജീവിക്കും. I mean, those who do, they will live. Hallelujah. Amen. Romans 10 പറഞ്ഞു ചെയ്ത മനുഷ്യൻ ജീവിക്കും. I mean, the chapter 10 says, those who do, they will live. യേശു വന്നു. Yeah, Jesus came. പാപജടത്തിന്റെ സാദൃശ്യത്തിൽ. I mean, he came in the likeness of the flesh. ചെയ്തു. I mean, he performed. ജീവിച്ചു. And he lived. എന്നോട് പറഞ്ഞു. I mean, then he told me, എന്നെ വിശ്വസിക്കുമ്പോൾ, believe me. When you believe me, you are going to fulfill the righteousness of the law. Amen. നിയമം നിന്നിൽ കൂടെ സാധിച്ചെടുക്കും. Hallelujah. Amen. അതാ ഇവിടെ പറയുന്നത് 8 verse 4 ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. That's why the 4th verse in 8 says that the righteousness of the law might be fulfilled in us who walk not after the flesh but after the spirit. Hallelujah. Now the righteousness of God, which is referred in the law, is fulfilling in you by believing in Jesus. Amen. 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 Hallelujah. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാവും. When you believe in Jesus, the righteousness of the law is being fulfilled in you. കാരണം യേശു ചെയ്തയാളാണ്. Because Jesus performed it. അപ്പൊ ഇന്നെങ്ങനെയാ? Then what happened now? ഇന്നെങ്ങനെയാ? What happens now? ചെയ്തവനെ വിശ്വസിക്കുമ്പോൾ, When you believe in the one who performed, ചെയ്തവനിൽ വിശ്വസിക്കുമ്പോൾ, when you believe in him who did it, that's a point. Amen. നിങ്ങളുടെ ഉള്ളിൽ വീഴണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് യേശു ചെയ്തു. Jesus did. I want this thought to get into your brain, into your mind. എന്നിട്ട് എന്റെ അടുക്ക വന്ന് പറയാ വിശ്വസിക്കാവോ? Then he came to me and said, can you believe? ആദ്യം പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ചെയ്തോണ്ടിരിക്കുക. I have been doing it thinking that I could perform. കൊട്ടയിരുന്ന് കൊട്ട പൊക്കിക്കൊണ്ടിരിക്കുക. I'm sitting inside the basket and trying to lift it up. നോക്കിക്കേ, ഇരിക്കുന്ന കസേര ഇരുന്നോണ്ടൊന്ന് പൊക്കിക്കേ. You sit in the chair and try to lift it up. Try. കർത്താവ് പറയുന്നു you cannot. എന്നിട്ട് ഞാൻ നോക്കട്ടെ. Jesus says you cannot, but we are saying that, oh, let me try. ഓരോ തവണ ശ്രമിക്കുമ്പോഴും വീഴും. Every time you're trying, you're falling down. എനിക്ക് പൊക്കാൻ പറ്റില്ലായിരുന്നു, യേശു വന്ന് പൊക്കി. I was not able to lift it up, but Jesus came and lifted me up. എന്നിട്ട് എന്നോട് പറയാണ്, Then he said to me, ചെയ്ത മനുഷ്യൻ ജീവിക്കുമെന്ന് പറഞ്ഞില്ലേ? It is said that those who did will live. ഇതാ ഞാൻ ചെയ്തിരിക്കുന്നു. So I have done it. ഇതാ ഞാൻ I ചെയ്തിരിക്കുന്നു. have performed it. ഞാൻ ചെയ്തിരിക്കുന്നു. I have performed it already. എന്നെ വിശ്വസിച്ച് ജീവിച്ചു. Now you believe it and live. ഇതിന് മനുഷ്യന് കീഴ്പ്പെടാൻ പറ്റിയല്ല. For that man is not able to surrender to that righteousness. യേശു ചെയ്ത് ഒരു നീതി നിവർത്തിച്ച് നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടും ഇതിൽ വിശ്വസിച്ച് കയറാൻ ഒക്കത്തില്ല. Jesus performed the righteousness and performed this law and gave us the righteousness, and we are unable to believe in the righteousness. ഞാൻ പറയുന്നത് അതിൽ വിശ്വസിച്ച എനിക്കൊരു മസാല ഇല്ല. If I believe in that, there is no masala in it, spices in it. എനിക്കതൊരു സുഖമില്ല. കാരണം എന്റെ വർക്കില്ല, എന്റെ വേർപ്പില്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ എങ്ങനെയാ? I cannot do without my own sweat coming out. I have to perform something. മോനെ, by performance നിന്നെ കൊണ്ട് പറ്റത്തില്ലടാ. Oh, beloved son, you cannot do it, man. You are unable to do it. That's what God says. വർക്ക് മെന്റാലിറ്റി ദൈവം മനുഷ്യന് കൊടുത്തതല്ല, അത് മനസ്സിലാക്കുക. Work mentality is not given to man by God. ദൈവം ആദത്തെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞത് ദൈവത്തെ പോലെ ആകാൻ നീ എന്തെങ്കിലും ചെയ്യാനല്ല പറഞ്ഞത്. God created Adam and did not say that you do something and be like me. ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോഴേ പറഞ്ഞത് you are in my image and you are in my likeness. ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. One day you will get my image and you will get my likeness എന്നല്ല പറഞ്ഞത്. നീ ഒരിക്കൽ എന്നെ പോലെ ആകും, എന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിലും ആകുമെന്നല്ല കർത്താവ് പറഞ്ഞത്. I am created you in my image and likeness. ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തന്നെയാണ്. പക്ഷെ പിശാചു എന്ന് പറഞ്ഞാൽ എന്നറിയാം. But devil came and said this. ഇത് തിന്നാലേ നീ ദൈവത്തെ പോലെ. Unless you do this, you will not become like devil. The God. You have to do it. ഇത് തിന്നാലേ നീ ദൈവത്തെ പോലെ. Unless you have to eat this, then you will become like God. ദൈവം പറയുന്നു already നീ ആണ്. God says that you are already like me.
Believe and continue. You believe it and continue it. പക്ഷെ പിശാചു എന്ന് പറയുന്നത് But the devil is saying that no, that's not enough. കാരണം ദൈവത്തെ പോലെ ആയ ദൈവത്തിന് നഷ്ടമാണ്. I mean, if we become that like God, then it is a loss for God. നീ ഇത് തിന്ന് ദൈവത്തെ പോലെ ആകണം. You eat this and become like God. കാരണം സാത്താൻ ഒരു തത്വം അറിയാം. I mean, devil knows a principle. വിശ്വസിക്കുന്നവൻ വാഴും, ചെയ്യുന്നവൻ വീഴും. I mean, he knows the principle that those who do, they will fall, and those who believe, they will live. Hallelujah. Amen. കാരണം വിശ്വസിക്കുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നു, പ്രവർത്തിക്കുമ്പോൾ ജഡത്തെ ആശ്രയിക്കുന്നു. When you do, you are depending on the flesh, and when you believe, you are depending on God. Amen. ദൈവം പറയുന്നത് നീ ഇതാണ്. God says you are. ഇന്നും അത് തന്നെയാ വിഷയം. That is the same problem even today. Hallelujah. Amen. ആദത്തിൽ നീ എങ്ങനെ പാപിയായോ അതുപോലെ യേശുക്രിസ്തുവിൽ നീ നീതിമാനാകുന്നു. I mean, as you became sinner or sin in Adam, you are become righteous in Christ. ആദത്തിൽ ഒന്നും ചെയ്യാതെയാ പാപിയായതെങ്കിൽ യേശുക്രിസ്തുവിൽ ഒന്നും ചെയ്യാതെയാ നീതിമാനാകുന്നു. I mean, you become a sinner without doing anything in Adam, and you become righteous without doing anything in Christ. Hallelujah. Amen. പക്ഷെ അവിടെയും പ്രശ്നമാണ്. I mean, there is a problem. ആദത്തിൽ എല്ലാവരും പാപികളായതുപോലെ യേശുക്രിസ്തുവിൽ എല്ലാവരും നീതിമാന്മാരാകും. In Adam, everybody ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്ന പോലെ ഏകന്റെ അനുസരണത്താൽ through the obedience of the one, by the disobedience of one man everybody fell into sin, and by the obedience of one man everybody become righteous. എന്നാലും എത്ര നീതിമാന്മാർ ഇവിടെ ഉണ്ട്? കരങ്ങൾ ഉയർത്തി. Can I see how many righteous are here? അരക്കൈ കാക്കൈ ഒന്നും പരിഗണിക്കില്ല. Unless you raise the full hand, it won't be considered. Amen. We are all righteous. കാര്യം എന്താണെന്നറിയോ? Romans 3. Do you know why the hand is not going up? Romans 3:10 says നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും. Romans 3:10 says there is nobody, nobody righteous. നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും. There is no one righteous, no one. അതുകൊണ്ട് as it is written, there is none righteous, no, not one. There is none righteous, no, not one. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ കാര്യമാണ്. അതുകൊണ്ടാണ് കൊട്ടേഷനിൽ എടുത്തിട്ടിരിക്കുന്നത്. I mean, this is quoted from the Old Testament. 10 മുതൽ 18 വരെയുള്ള വാക്യം ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊട്ടേഷനാ. I mean, the verse from 10 to 18 is a quotation from the Old Testament. അത് ഇട്ടിട്ട് പറയാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇതല്ല. I mean, bringing out the Old Testament quotation and saying that is not what you are. ഇപ്പോഴോ. Yeah, but now. Verse 21. ഇപ്പോഴോ. But now the right. ഇപ്പോഴോ but now the righteousness of God without the law is manifest, being witnessed by law and prophets. 22. Yeah. Even the righteousness of God by the faith of Jesus Christ unto all upon them that believes. For there is no difference. See, now the righteousness of God is for us to make you righteous. I mean, ദൈവത്തിന്റെ നീതി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്, നമ്മെ റൈച്ചസ് ആക്കാൻ, നീതിമാന്മാരാക്കാൻ. ഇപ്പോൾ now. അപ്പോൾ but then 3:10 നീതിമാന്മാരില്ല. I mean, in 3:10 there was no righteous. അപ്പോൾ at that time. 3:21 ഇപ്പോൾ. I mean, in 3:21 it says now there is righteous. എന്തുകൊണ്ട് അപ്പോൾ നീതിമാന്മാരില്ല? Why there was no righteous at that time? ജീസസിന്റെ വർക്ക് നടന്നിട്ടില്ല. Because the work of Jesus was not completed. ഇപ്പോൾ ഉണ്ട് നീതിമാന്മാർ. But now there are righteous. യേശുവിന്റെ വർക്ക് നടന്നു. Because Jesus' work is completed. Verse 21. 22 again. 22nd verse. Oh, please underline this word. Faith of Jesus. Amen. Hallelujah. I like that. യേശുവിന്റെ വിശ്വാസം. Hallelujah. Even the righteousness of God, which is by the faith of Jesus. യേശുവിന്റെ വിശ്വാസത്താലുള്ള നീതീകരണം. By the faith of Jesus. യേശുവിന്റെ വിശ്വാസത്തിലുള്ള നീതീകരണം. Amen. Faith of Jesus. യേശുവിന്റെ വിശ്വാസം. For the faith in Jesus. ആമേൻ. യേശുവിലുള്ള വിശ്വാസം. Hallelujah. Amen.
Hey, come on. Even the righteousness of God, which is by the faith of Jesus. His faith. Amen. യേശുവിന്റെ വിശ്വാസം. The faith of Jesus. Faith of Jesus. Not faith of you. Amen. Not consider your faith. നിന്റെ വിശ്വാസമല്ല, യേശുവിന്റെ വിശ്വാസം. By the faith of Jesus Christ. യേശുവിന്റെ വിശ്വാസത്താൽ unto upon all വിശ്വസിക്കുന്ന ഏവരിലും that believe. Amen. വിശ്വസിക്കുന്നവർ. Hallelujah. ഇന്ന് വിശ്വസിക്കുമ്പോൾ when you believe, യേശുവിന്റെ വിശ്വാസത്താലുള്ള നീതി നിങ്ങൾ വ്യാപരിക്കുക. I mean the faith of Jesus is manifesting in you. Faith of Jesus is available for you. Amen. യേശുവിന്റെ വിശ്വാസം നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. യേശുവിന്റെ വിശ്വാസം നിങ്ങളെ നീതീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. I mean the faith of Jesus is ready to make you righteous. Amen. Hallelujah. യേശുവിന്റെ വിശ്വാസം. The faith of Jesus. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. That is a very important point you need to know. കാരണം ഇവിടുത്തെ റൈച്ചസ്നെസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ തന്നെ റീസൺ യേശുവാണ്. I mean for the reason for the righteousness is Jesus alone. അവന്റെ മരണം പാപക്ഷമയാണെങ്കിൽ അവിടുത്തെ ഉയർപ്പാണ് നീതീകരണത്തിന്റെ നിദാനം. I mean if his death to us for the redemption of sin, his resurrection is the righteousness or the proof of our righteousness. അതുകൊണ്ടാണ് എവിടെയെല്ലാം റൈച്ചസ്നെസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മലയാളത്തിൽ എന്റെ നീതിമാൻ, എന്റെ. Wherever the word righteousness is used, it says my righteous. My righteous, my righteous, it says. എന്നെ വിശ്വസിച്ച് നീതിമാനായവൻ. Those who believe in me and become righteous. എന്റെ വിശ്വാസത്താൽ നീതിമാനായവൻ. I mean with my righteous, my faith, എന്റെ വിശ്വാസം കൊണ്ട്. My faith, he become righteous. എന്റെ വിശ്വാസം കൊണ്ട് യേശു പറയാണ് എന്റെ വിശ്വാസം കൊണ്ട് നീതിമാനായവൻ. ഇതേ നിൽക്കുന്നു. I mean Jesus is saying that with my faith somebody is righteous sitting there. Amen. അതുകൊണ്ട് എപ്പോഴും റൈച്ചസ്നെസിന്റെ കാര്യം പറയുമ്പോൾ കർത്താവ് കെയർ ഓഫ് പറയുന്നത് മൈ റൈച്ചസ് വിൽ ബി ബൈ ഫെയ്ത്ത്. Anytime when you talk about righteous, എന്റെ നീതിമാൻ, you talk about care of that my righteous, my righteous. എന്റെ വകയാണ്. I mean he is mine. ഇവൻ തുമ്മുമ്പോൾ തെറിച്ചു പോകുന്ന അല്ലത്. I mean when it won't go away when you sneeze. എന്റേതാ അത്. It is mine. കാരണം ഇതിന്റെ ബേസിക് ആദ്യം വീഴണം. അത് പറയാൻ സമയം കിട്ടില്ല. Unless you get the basic, you will not get this. I mean, I don't have the time to explain all that. ഇതിന്റെ ബേസിക് ഇപ്പോഴെങ്കിലും ഞാൻ വിടാം. I mean, I will give you some little bit of the basics. Righteousness എന്ന് പറയുന്നത് is a nature of God. I mean, righteousness, the നീതീകരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. നീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. The righteousness is the character of God. ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന് പുറത്തില്ല, ദൈവത്തിലേ ഉള്ളൂ. I mean the nature of God is only in God. It is not outside of him. Hello. Amen. ദൈവം തന്നെ പരിചയപ്പെടുത്തുക നീതിമാനായ ദൈവം. God is revealing himself and saying righteous God. ദൈവം എന്തോ ചെയ്ത് നീതിമാനായതല്ല. God did not do something and become righteous. That is his nature. His nature is that. ദൈവം നീതിമാനാണ്. God is righteous. ഒരിക്കൽ പോലും നീതി പ്രവൃത്തി കൊണ്ട് നീതിമാനാകേണ്ട ഗതികേട് ദൈവത്തിനില്ല. I mean God don't have the reason that to do something and become righteous because he already righteous. ദൈവം ചെയ്യുന്ന നീതി പ്രവൃത്തിയാ. I mean whatever God do is righteous things. Righteousന്റെ work of righteousness. I mean it's the work of the righteousness. എന്നാൽ വർക്ക് ഓഫ് റൈച്ചസ്നെസ്സിലൂടെ റൈച്ചസ് ആയ ആളല്ല ദൈവം. God did not become righteous by the work of righteousness. ഇതേ സംഭവം നിങ്ങൾക്ക് എനിക്ക് തരുന്നത്. This is the same thing given to you and me. Amen. Hallelujah. അച്ഛൻ കത്തിയോ? എന്നാ പറ. I'm focusing on the translation. To be honest. Hallelujah. But I'm getting it. Hallelujah. I mean, I can say the God's nature is righteousness. He is righteous. He's right. That is, without any performance. Right, he did not have to do anything to be righteous. So he has given us that same nature so that when we believe, we become also righteous and we get the character of God. You are receiving the character of God. Amen. നമുക്ക് ദൈവത്തിന്റെ സ്വഭാവം ലഭിക്കുകയാണ്.
നീതിമാനാകുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്വഭാവമാണ് ലഭിക്കുന്നത്. By receiving the righteousness of God, you are receiving nature of God. The nature of God. Amen. ദൈവത്തിന്റെ നീതി എന്ന സ്വഭാവത്തെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. I mean, you are receiving the nature of God, the righteousness. Come to the point. ഞാൻ ആ വിഷയം ഇനി ഒന്ന് ചോദിക്കട്ടെ. Let me ask you again. ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെ എന്റെ ശ്രമത്താൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും? I mean, how can I bring the nature of God in me with my own work? My effort. With my effort. I cannot. I cannot. എനിക്ക് കഴിയത്തില്ല. എന്റെ സ്വഭാവമാണെങ്കിൽ എനിക്ക് പുറത്ത് കാണിക്കാം. My nature I can always show. It is the nature of God. It is the nature of God. ദൈവത്തിന്റെ സ്വഭാവമാണ്. തന്നിട്ടല്ലാതെ എനിക്ക് കിട്ടുകയില്ല. Unless I receive it, I won't be able to get it. ഇപ്പോ തന്നു. But now it's given. നിങ്ങളിലുണ്ട്. It is in you. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി നീതി പ്രവൃത്തിയാ. I mean, so whatever you do, it is righteous. The work of the righteous. The work of the righteous. Amen. നിങ്ങളുടെ പ്രവൃത്തി നീതി പ്രവൃത്തിയാ. I mean, your work is the righteous. ഇതിലൂടെ നിങ്ങൾ നീതിമാന്മാരാകുകയല്ല, നീതിമാന്മാരായതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യൂ. I mean, you are not becoming righteous by doing it, but because you are righteous, you are becoming you are doing this work. Amen. I mean, by doing this, you are not becoming righteous, but നീതിമാന്മാരായതുകൊണ്ട് ഇത് ചെയ്യുക. I mean, because you are righteous, you are doing this. ഇന്ന് ഞാൻ നീതി പ്രവൃത്തി ചെയ്യുന്നു. I mean, today I am doing righteous things. നീതിമാനാവേണ്ടിയല്ല. Not to become righteous. ഞാനാണ്. Because I am righteous. From the righteousness. From the righteousness. I'm doing this. It called fruit. I mean, there's a fruit. It called fruit. Amen. നീതിയിൽ നിന്ന് ചെയ്യുന്ന നീതി പ്രവൃത്തി ഫലമാണ്. നീതിയുടെ പ്രവൃത്തി, നീതിയുടെ പ്രവൃത്തി, നീതിയുടെ പ്രവൃത്തി, നീതിമാന്റെ പ്രവൃത്തി. Amen. It's the work of the righteous. It is coming out as a fruit in you. Amen. 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 Hallelujah. Hallelujah. യേശു ചെയ്തു. Jesus performed. യേശു ചെയ്തെന്ന് വിശ്വസിക്കാവോ? Can you believe that Jesus did? കർത്താവ് ചോദിക്കുന്നു. Oh, Jesus did. യേശു ചെയ്തെന്ന് വിശ്വസിക്കാവോ? Can you believe that Jesus already did? Hallelujah. യേശു ചെയ്തു. Jesus performed. എല്ലാം ചെയ്തു. He did everything. എന്നിട്ട് എന്നോട് പറയാണ്. Now he is saying to me, please ഒന്ന് വിശ്വസിക്കാവോ? Can you please believe it? സ്വയം നീതി സമ്മതിക്കുന്നില്ല. But your self-righteousness allowing me. ഞാൻ ചെയ്തോളാം. Self-righteousness says, I will do it. യേശു പറയുന്നു, മോനെ നിനക്ക് പറ്റത്തില്ലടാ. I mean, Jesus saying that you are not able to do it. Let me try. ഞാൻ ഒന്ന് ചെയ്യട്ടെ. And then I say that let me try it. ഒന്ന് ഞാൻ നോക്കട്ടെ. Let me try. യേശു പറയുന്നു പറ്റത്തില്ല. Jesus says, no, you cannot. ലാസ്റ്റ് ഫെയിലിയർ മനസ്സിലാവുമ്പോൾ when you understand the failure, ഞാൻ പറയും കർത്താവേ പറ്റുന്നില്ല കേട്ടോ. then you will say, Lord, I am unable to do it. അന്നേരം യേശു എന്നോട് പറയാം, അത് എനിക്ക് ആദ്യം അറിയാമായിരുന്നല്ലോ. Then Jesus will say, I already knew this. അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തേ. That's why I already did it before. ഇനിയെങ്കിലും ട്രസ്റ്റ് ചെയ്യേ. Now at least can you trust in me? ഇന്നിവിടെ fruit of righteousness ഉണ്ടായിക്കൊണ്ടിരിക്കുക. Now the fruit of righteousness is coming out. By believing in the righteousness of God. By believing in the righteousness of God. In the name of Jesus. Oh, hallelujah. ചെയ്തവൻ ഇവിടെ വന്നിരിക്കുക. The one who performed is here. Amen. ചെയ്തവൻ ഇവിടെ വന്നിരിക്കുക. The one who performed is here. ചെയ്ത മനുഷ്യൻ ഇവിടെ വന്നിരിക്കുക. The man who did, he is already here. He came here. Oh, glory. Hallelujah. ചെയ്ത മനുഷ്യൻ ഇവിടെ വന്നിരിക്കുക. The man who performed, he came. He is here. എന്നിട്ട് നോക്കുക ആരൊക്കെ ഞാൻ ചെയ്തത് വിശ്വസിക്കുന്നു. Who are the people who will believe what I performed? Jesus. Amen. The message of the gospel. സുവിശേഷത്തിന്റെ അന്തസത്ത ഇന്നലെയല്ല നാളെയല്ല ഇന്നല്ല 2014 വർഷങ്ങൾക്ക്. The substance of the gospel is not something 2000 years ago or 2000 years from now, but it's right now. No. It's 2014 years back. 2014 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് അവിടുന്ന് ക്രൂഷ്യൽ ചെയ്തു കഴിഞ്ഞോ അവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി ആരംഭിക്കുന്നത്. The importance of gospel start 2014 years ago back. When Jesus did that everything on the cross. Hallelujah. Amen. അവിടെ ഇന്ന് ചില സന്ദർഭങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഭാരം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. I will share with you the burden which God give me in my heart. എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയില്ല. I don't know how much you can contain that. എനിക്ക് ആ ഭാരം ഉണ്ടായത് കർത്താവ് ഈ വിഷയങ്ങൾ വെളിപ്പെടുത്തിയ ശേഷം. That burden came in me after God revealed this topic to me. മീറ്റിങ്ങുകളെല്ലാം ലോട്ടറി കച്ചവടമാണ്. നാളെ കഴിഞ്ഞാണ്.
ലോട്ടറി കച്ചവടം. Lot of these meetings are like tomorrow. നാളെ ഒരു വിടുതലുണ്ട്. You will have a deliverance tomorrow. ഞാൻ ഉയർത്തുന്ന മെസ്സേജിന്റെ കണ്ടന്റ് അതല്ല. I mean, the message what I read is not, the content is not that. നാളെ അല്ല നിങ്ങളുടെ വിടുതല. I mean, it is not tomorrow that your deliverance. ഇന്നും അല്ല നിങ്ങളുടെ വിടുതല. It is not that today your deliverance is. നിങ്ങളുടെ വിടുതൽ 2014 വർഷങ്ങൾക്ക് Your മുമ്പ് deliverance happened 2014 years ago. ഇന്ന് നിങ്ങൾ സ്തോത്ര കാഴ്ച ഇട്ടാൽ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നല്ല വചനം പറഞ്ഞു. If you put your tithe, the offering today, you will not get, not that you are going to get blessed. You are already blessed. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ സ്തോത്ര കാഴ്ച ഇടുന്നത്. I mean, you are blessed with all the goodness of heaven. That is why you are putting the offering or you are giving to the Lord. എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുമായിരുന്നെങ്കിൽ, If we are able to gain anything by doing something, യേശുവിനെ എന്തിനാ അയച്ചത്? why Jesus had to come? നിങ്ങൾ അങ്ങ് ചെയ്തങ്ങ് You could have done that and gain it. നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതുകൊണ്ടാണ് യേശുവിനെ അയച്ചത് ഫ്രീ ആക്കി തന്നത്. Whatever we are not able to, you are not able to do it. That's why Jesus was sent. ഇന്ന് എന്ന് പറയുമ്പോൾ, When you say today, ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ തിരുത്താറുണ്ട്. ഇന്ന് സൗഖ്യമാവെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ പട്ടെന്ന് പറയാറുണ്ട്, 2014 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സൗഖ്യം ഇന്ന് തിരിച്ചറിയുമെന്ന് പറ. Yeah, sometimes I say that the deliverance is going to happen now, and in my inside of me says it say that it happened 2000 years ago. You are going to realize that. I mean, are you going to realize it? Now you are going to realize that. I mean, now you are realizing that അല്ലാതെ ഇന്നല്ല. I mean, it is not happening today. ഇത് ഇന്നത്തെ പരിപാടിയല്ല. It is not that yesterday or today it happened. ഇതിന്റെ അറിവാണ് ഇന്നും നിങ്ങൾക്ക് ഉണ്ടാകണ്ടേ. All is what is happening is that you come to the knowledge of it. Amen. Hallelujah. Amen. Hallelujah. Amen. നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി വഴി തുറക്കും എന്നല്ല. It is not the future of your child is going to be opened. It is already done 2000 years ago. ദൈവമേ എൻ്റെ കുഞ്ഞിനൊരു വഴി തുറക്കണമേ എന്നല്ല, തുറന്നതിന് നന്ദി യേശുവേ. Don't pray that the Lord open a way for my child. Say like this, that oh, thank you Lord for opening a way for me. ഇന്നും അപ്ലൈ കൊണ്ട് ചെല്ലുമ്പോൾ കർത്താവ് പറയാ 2014 years back ഉള്ള ഈ സപ്ലൈ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. I mean, when we go and apply to the Lord, God is saying that you should know the supply which is already given 2000 years ago. Hallelujah. ഇന്ന് സപ്ലൈയിലേക്ക് ഒന്ന് കയറിയാട്ടെ. I mean, enter into the supply of God. അപ്ലൈയില് നിങ്ങൾക്ക് ആകെ കുറ്റവും ചോദ്യവുമായിരിക്കും, പക്ഷെ സപ്ലൈയില് താങ്ക്സ് ഗിവിംഗ് തുടങ്ങും. നിങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, എനിക്ക് സകലവും യേശുവിലൂടെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? Oh, the Father who sent his son along with him, he already sent everything for you. Hallelujah. Amen. ചെയ്തു. He already did. ജീവിച്ചു. Amen. He is living. എന്നെ വിളിച്ചു വാ. Amen. Then they called me. ഇവിടെ ഒരു ലൈഫ് വന്നിട്ടുണ്ട് കേട്ടോ. Amen. There is a life over here. എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ വന്നിട്ടുണ്ട് കേട്ടോ. There is a life came in my. മോനെ വാടാ. Oh, son, come. ഇതിനകത്തോട്ട് കേറിക്കേ. Come inside. Get inside. മടിച്ചു നിൽക്കണ്ട. Amen. Don't be hesitant. സ്വയം നീതി പുകഴണ്ട. Amen. Don't be self-righteous. Oh Lord, ഞാൻ ആ ദൈവനീതിയിലേക്ക് വരികയാണ്. I come into the righteousness of God. ഓടിക്കേറിക്കോ. Oh, run into the righteousness. ഇന്ന് ആ നീതിദാനത്തിന്റെ സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുക. I mean, let that abundance of righteousness you are receiving. ജീവനിൽ വാഴുവാൻ പോകുകയാണ്. I mean, you are going to reign in life through the one, through the free righteousness of God. Oh, Yeshuvinde, which is revealed by the finished work on the cross. Hallelujah. Thank you, Jesus. Thank you, Lord. Hallelujah. How many of you want to say thank you, Jesus? Oh, yes. Hallelujah. Shakra mahasyantarama shikaliyantara. ചെയ്തവൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു. I mean, the one who performed, he is here. He came here. ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. I mean, നിങ്ങളുടെ ബോഡിയിൽ ഞാൻ അത് റിവീൽ ചെയ്യാൻ പോകും. I mean, I already done it, and it is going to be revealed in your body, as he says. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ അത് റിവീൽ ചെയ്യാൻ പോകും. It is going to be revealed in your family life. ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. I already performed it. നിങ്ങൾ കൈവെക്കുമ്പോൾ സംഭവിക്കാൻ പോകും. Oh, when you lay the hands with faith, it is going to happen. ഇന്ന് ഏത് കൊടിയ രോഗിയുടെ മേലും തന്റെ ഇടത്തോടെ കൈവെക്കാനുള്ള തന്റെ ഇടം എവിടുന്നാ കിട്ടുന്നതെന്നറിയോ? We know it's a done deal. I mean, you know, where do you get that confidence to lay your hand upon a severe sick person? That is because you are come to the knowledge that it's a done deal. Amen. It's already happened. It already happened. When you command, oh, it will take place before you. Hallelujah. Hallelujah. It's already there. Amen. Christianity is not a do deal, it's a done deal. Amen.
Hallelujah. It's a done deal. Amen. Say with me, it's a done deal. It's a done deal. Hallelujah. Hallelujah. It's done 2000 years It was back. done 2000 years ago. Just claim. I mean, today you are just claiming. വിളിച്ചു പറഞ്ഞ് സ്വീകരിക്കുക. I mean, you had to call and receive it. Hey, come on, people of God. Oh, hallelujah. ചെയ്തവൻ പറയുന്നു, ഇതാ എന്നിൽ ഒരു നീതി നിവർത്തിയായിരിക്കുന്നു. It's available for you. എൻ്റെ അടുക്കലേക്ക് വന്ന് നേടിക്കോ. I mean, the one who performed, he says that ഇത് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കത്തില്ല. I mean, if you drink this, you will never be thirsty. And at the last day of the festival, Jesus stood and said, ലാസ്റ്റ് ഡേ ആയിട്ട് പോലും സ്വയനീതിയിൽ തൃപ്തിയില്ലാത്ത ഒരു കൂട്ടം അവിടെ നിൽക്കുക. I mean, even though it was the last day, even though the last day, the people who have been drinking and drinking, they are not satisfied. And Jesus says, come unto me and drink, you will never thirst. നിങ്ങൾക്ക് അറിയെങ്കിൽ അറിയാം, ആ ചരിത്രം അറിയെങ്കിൽ അറിയാം. നീരാർജനം നടത്തുന്ന പുരോഹിതൻ കുടത്തിൽ വെള്ളവുമായി വന്ന് ആ പുരോഹിതൻ തലയിൽ വെള്ളമൊഴിച്ച് തൻ്റെ തലവഴി ഇങ്ങനെ വെള്ളം ഇറങ്ങിപ്പോകുന്ന ആ ലാസ്റ്റ് ഡേയിലെ ഫീസ്റ്റിൻ്റെ സമയത്ത് കണ്ടു നിൽക്കുന്നവർ പുരോഹിതൻ്റെ പാപക്ഷമ നടന്നു, അല്ലെങ്കിൽ പുരോഹിതൻ്റെ ദേഹം മുഴുവൻ നീരാർജനം നടന്നു എന്ന് ചിന്തിച്ച് ഞങ്ങൾക്ക് ഇത് എപ്പോഴാണെന്ന് ചിന്തിക്കുമ്പോഴാണ് യേശു പറയുന്നത്, ഇഞ്ഞോടുവാ. I mean, according to the tradition that the high priest come with a bottle of water upon his head, and that bottle will be poured upon him and pour down, and the people who are waiting, I mean, then they all know that his sins are forgiven, but the people who are waiting outside, I mean, they are saying, when is it going to happen to us? I mean, then Jesus is saying, come unto me. ഇവിടെ ഞാനൊരു വെള്ളം തരാം. I mean, I will give you a water. ഇനി ശൂന്യര് നിങ്ങൾ ആവത്തില്ല. I mean, you will not be empty anymore. Hallelujah. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തോട്ട് ഒഴുകാൻ. I mean, it will come out of you. എൻ്റെ നീതി നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുകയാണ്. My righteousness will come in you. Thank you, Jesus. Hallelujah. കരമുയർത്താമോ? Hallelujah. വായ് തുറക്കാമോ? Can you open your mouth? യേശുവിനോട് പറയാമോ? Can you say this to Jesus? യേശുവേ. Oh, Jesus. അയ്യോ, ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ. Oh, I am a wretched man. Hallelujah. I am a wretched man. ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ. I am a wretched man. എത്ര പേര് എൻ്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ താല്പര്യപ്പെടും? How many of you are ready to stand up along with me? Oh, Jesus. എന്നോടൊപ്പം ഒന്ന് പറഞ്ഞിട്ട്, അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ. Can you say that I am a wretched man? ഓ, ഈ സ്വയനീതിയിൽ എനിക്ക് രക്ഷയില്ല. From this, there is no salvation in this self-righteousness. Today, tonight, I am trusting in your righteousness. ഞാൻ നിന്റെ നീതിയിൽ വിശ്വസിക്കുന്നു. Lift your both hands towards heaven. ഓ, രണ്ട് കരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തിയാട്ടെ. Oh, Jesus. Hallelujah. Repeat after me. Oh, Lord Jesus. Oh, Lord Jesus. Tonight, I am coming to you, Lord. I am coming to you, Lord. For the righteousness. For the righteousness. I am thirsty for the righteousness. I am thirsty for the righteousness. I am hunger for the righteousness. I am hunger for the righteousness. Oh, Lord. Oh, Lord. Fill with your righteousness right now. Fill with your righteousness right now. Your righteousness only can. Your righteousness only can. Oh, that only can rest me, Lord Jesus. Oh, that only can save me, Jesus. Hallelujah. Hallelujah. That only can save me. That only can save me. I believe in your righteousness. I believe in your righteousness. Hallelujah. Hallelujah. അങ്ങ് വന്ന് എനിക്ക് വേണ്ടി അത് ചെയ്തു. Oh, Lord, you came and performed it for me. Hallelujah. ഞാൻ അത് വിശ്വസിക്കുന്നു. I believe that. ഇന്ന് ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. Today I receive you. Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, Rabba. കരമടിച്ചൊന്ന് യേശുവിനെ മഹത്വം Can you കൊടുക്കാം. clap your hands and give the thanks to the Lord? Come on, come on, come on. Hallelujah. Come on, people of God. Hallelujah. Come on, come on. Come on. Oh, the gift of righteousness. Jesus. Oh. Why? എന്തുകൊണ്ട്? നീ ഞാൻ പറയുന്ന ഈ ഒറ്റ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാമോ? I want you to pay attention to this one word I say now. എല്ലാവർക്കും കാണാം. ജസ്റ്റ് ഈ ഒരു one word കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. It's my humble request. Please listen to this one word which I am saying. വേദപുസ്തകം പറയുന്ന മുഴുവൻ പ്രോമിസും നീതിമാനുള്ളതാണ്. I mean, every promise of the Bible is for the righteous. പാപിയുടെ വീട്ടിൽ കരച്ചിലും പല്ലുകടിയും ഉണ്ടെങ്കിൽ നീതിമാന്റെ വീട്ടിൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെയും ഘോഷമാണ്. I mean, in the house of the sinner there is gnashing of teeth and cry. In the house of the righteous there is rejoicing.
പ്രാർത്ഥന കേൾക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആരുടെ പ്രാർത്ഥന കേൾക്കുന്ന? I mean, what does the Bible say? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. Heaven will hear, the prayer of the righteous will be heard in heaven. ഹലോ, Amen. ഹലോ. Amen. നീതിമാന്റെ വീട്ടിൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെയും I mean, it is in the house of the righteous there is joy and rejoicing. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി, I mean, the reply for the prayer for the righteous is only available. നീതിമാന്മാരെ സഭയെ നിവർന്നു നിൽക്കത്തുള്ളൂ. I mean, the righteous are the one who stand straight in the church. നിവർന്നു നിൽക്കണ നീതിമാനാകണം. I mean, you have to be righteous to stand firm in the church. പ്രാർത്ഥിക്കണ നീതിമാനാവണം. If you need to pray, you have to be righteous. പ്രാർത്ഥന ഫലിക്കണ നീതിമാനാവണം. If you have to get the reply of the prayer, you have to be righteous. നീതി, ഈ വിഷയം നിങ്ങളൊന്ന് കേട്ടാട്ടെ. I mean, I want you to listen this here. ഇന്ന് ഈ ചെയ്തവനിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ നീതിമാന്മാരാകുന്നു. I mean, by believing in the one who performed, you will become righteous. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച വല്ലതൊക്കെ നടക്കും. So if you pray, something will happen. വർഷങ്ങളായിട്ടുള്ളത് ഇന്ന് ഇറങ്ങിപ്പോകും. I mean, things which have been there for years will leave your body. നിങ്ങളുടെ വീട്ടിൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ട്. Oh, there will be the rejoicing in your house. Hallelujah. ഓരോ തവണ Every time. യേശു ക്രൂശിൽ മരിച്ച ശേഷവും പാപി എന്ന ഗിൽറ്റി കോൺഷ്യസിൽ ഞാൻ ജീവിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയം തകരുകയാണ്. Even after Jesus died on the cross, you still consider you as a sinner. The heart of God is grieving. എന്നാൽ യേശുവിൽ ഞാൻ ദൈവത്തിന്റെ നീതിയാണെന്ന് നിങ്ങൾ പറയും തോറും, Every time when you say that you are the righteousness of God in Christ, in Christ Jesus, അത് പറയും തോറും, when you say that, you are releasing gift of righteousness in you. Oh, amen. Amen. നിങ്ങളിൽ ദൈവത്തിന്റെ നീതിയെ നിങ്ങൾ തുറന്നു വിടുകയാണ്. You are releasing the righteousness of God. You are releasing the nature of God. I mean, they are living the nature of God. നിങ്ങൾ ദൈവത്തിന്റെ പ്രകൃതിയെ തുറന്നു വിടുകയാണ്. I mean, you are releasing the nature of God. Try to maintain a righteous conscience. I mean, maintain the righteous conscience. ഒരു നിമിഷം ഈ സമയത്ത് രോഗികളായി വന്നിരിക്കുന്ന മക്കൾ വിശ്വാസത്താൽ നിങ്ങളെ സൗഖ്യമാക്കിയാട്ടെ. I mean, those who came sick, you heal yourself. നിങ്ങളുടെ കരങ്ങൾ നീതിമാന്മാരുടെ കരങ്ങളാണ്. Your hand is the righteous hand. നിങ്ങളുടെ കരങ്ങൾ വെക്കുന്നിടത്ത് സൗഖ്യങ്ങൾ I നടക്കും. mean, wherever your hand is placed, there will be healing. നിങ്ങളുടെ കൈ വെക്കുന്ന ഇടത്ത് സൗഖ്യങ്ങൾ നടക്കും. Where you lay your hand, there will be healing. ഇപ്പോൾ തന്നെ അത് സംഭവിക്കും. That will happen immediately. ഇപ്പോൾ തന്നെ അത് സംഭവിക്കും. It will happen right now. നിങ്ങളുടെ നീതിമാന്മാരുടെ കരങ്ങൾ എടുത്തു വെച്ചാട്ടെ രോഗത്തിന്. I mean, take your hand, the righteous hand, and lay in the area where you are sick. എവിടെയാ സൗഖ്യം വേണ്ടേ അവിടേക്ക് കൈ വെച്ചാട്ടെ. Wherever you need healing, lay your hand. Place your hand. കൈ എടുത്തു വെച്ചോ. കൈ എടുത്തു വെച്ചോ. I mean, place your hand. എവിടെയാ സൗഖ്യം വേണ്ടേ അവിടേക്ക് കൈ എടുത്തു വെച്ചോ. Wherever you need healing, lay your own hand. അമർത്തി വെച്ചോ കരം. I mean, to press it down. In the name of Jesus. In the name of Father God. Hand of the righteous. Hallelujah. നീതിമാന്മാരുടെ കരങ്ങൾ. The hand of the righteous. രോഗത്തെ പുറത്താക്കുന്നു. They will kick out the disease. യേശുവിന്റെ അധികാരമുള്ള നാമം. In the mighty name of Jesus. ബലഹീനതകൾ ഇറങ്ങിപ്പോട്ടെ. All the weakness leave. Jesus. Healing anointing is spreading. Oh, healing. രോഗസൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. രോഗസൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. The healing anointing is moving. കർത്താവിന്റെ സൗഖ്യമാക്കുന്ന അഭിഷേകം പലരുടെ മേലും വ്യാപരിച്ചു. Oh, the anointing of healing is falling upon many people. അനേകർ സൗഖ്യമാക്കുന്നവരാകുന്നു. I mean, many of you are becoming people who deliver or heal. നിങ്ങൾ ഹീലാകുമ്പോൾ തന്നെ അനേകരെ ഹീലാക്കുവാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യും. Oh, God is anointing you to heal others while you are getting healed. In the name of Jesus. Oh, in Jesus name. In the name of Jesus. Oh, യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. Believe it right now.
റൈച്ചസ് ഹാൻഡ് ആണ് നിങ്ങളുടേത്. Your hand is righteous. നിങ്ങളുടെ കരങ്ങൾ നീതിമാന്മാരുടെ കരങ്ങളാണ്. Your hand is a righteous hand. പാപിയെ പോലെ നിൽക്കല്ലേ. Don't stand like a sinner. നീതിമാന്മാരെ പോലെ നിൽക്ക്. Stand as a righteous man. നീതിമാനെ പോലെ കൽപ്പിക്ക്. Command like a righteous man. നീതിമാനെ പോലെ കൈവക്ക്. Lay your hand as a righteous person. നീതിമാനെ പോലെ നിങ്ങളുടെ കരങ്ങൾ എടുത്തു വെക്ക്. Lay your hand as a righteous person. നിങ്ങൾ കൈവെക്കുമ്പോൾ തന്നെ നിങ്ങൾ സംഭവിക്കും. When you lay your hand, it has to happen. It will happen. ഹെരണിയകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. Hernia is leaving from this place. ഹെരണിയകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. Hernia is leaving from here. യേശുവിന്റെ നാമത്തിൽ ഹെരണിയുടെ മുഴകൾ അപ്രത്യക്ഷമാകും. Oh, hernia is the lumps are leaving right now in Jesus name. ഓരോ മക്കളുടെ മേലും ആ കരം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Oh, the hand of God is moving in every one of you. In the name of Jesus. In Jesus യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. തലക്കകത്തെ അസ്വസ്ഥതകൾ സൗഖ്യമാകും. Oh, the healing is happening inside the head. തലക്കകത്തെ ഗ്രോത്തുകൾ സൗഖ്യമായി. Oh, the growth inside your head is getting healed. ട്യൂമറുകൾ സൗഖ്യമായി. Tumor is getting healed. യേശുവിന്റെ നാമത്തിൽ മൈഗ്രെയിനുകൾ സൗഖ്യമായി. In the name of Jesus, migraine headache is leaving. ഭയങ്കര സൗഖ്യത്തിന്റെ അഭിഷേകത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. There is so much anointing of healing is moving around. ഡിപ്രഷനുകൾ മാറിപ്പോകും. Depression is leaving. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ഉദര രോഗങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Disease of the stomach is getting healed. കിഡ്നി സ്റ്റോണുകൾ തെറിച്ചു പോകുന്നു. The kidney stones are going away. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. Oh, this healing is happening right now. Receive it right now. Receive it. സ്വീകരിച്ചോ. Oh, receive it. നിങ്ങളുടെ കരം നിവർത്തി വെച്ചോ. Oh, you lay your hand. യേശുവിന്റെ നാമത്തിൽ. In Jesus name. അത് വെളിപ്പെട്ടു വരുമാറാകട്ടെ. Oh, let it come revealed. അത് വെളിപ്പെട്ടു വരുമാറാകട്ടെ. Let it be revealed. അത് വെളിപ്പെട്ടു വരുമാറാകട്ടെ. Let the healing be revealed. In Jesus name. In the name of Jesus. In Jesus name. യേശുവിന്റെ നാമത്തിൽ. In Jesus name. യേശുവിന്റെ നാമത്തിൽ. Receive the abundance of divine health. Oh, yes, സ്വീകരിക്കുക. യേശുവിന്റെ ദിവ്യ ആരോഗ്യത്തെ സ്വീകരിക്കുക. Oh, receive the abundant health of Jesus. യേശുവിന്റെ ദിവ്യ ആരോഗ്യത്തെ സ്വീകരിക്കുക. Oh, the abundant, the divine healing of Jesus, receive it. ഓരോ ശരീരങ്ങളെ സ്വീകരിക്കുക. Every body receive it. In the name of Jesus. Oh, യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Oh, hallelujah. Oh, brother, Jesus is touching you, brother. Brother, Jesus is touching you. Call him. Brother, come first. Hallelujah. Oh, power of God is hitting your body. Amen. Note വരിക, അടുത്ത് വരിക. ഇവിടെ നിൽക്കുക. Come forward. നോട്ട് നോക്കുക. Look at me. Oh, the power of God is coming upon you, brother. നിന്റെ തലയിലേക്ക് യേശുവിന്റെ കരം വന്ന് തൊടുന്നു. Yes, Jesus' hand is touching your head. ഈ സ്പോട്ടിൽ ഇങ്ങനെ കർത്താവിന്റെ കരം വന്ന് തൊടുന്നു. I see the hand of God touching your head right here. This spot. Right here. നിന്റെ പുറകെ ഒരു ഷാഡോ നടപ്പുണ്ട്. There is a shadow following you. അത് നിന്റെ തലയ്ക്ക് അസ്വസ്ഥത It ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. is bringing the difficulty to in your head. പക്ഷേ ഇപ്പോൾ ദൈവശക്തി വന്ന് അതിനെ പുറത്താക്കുന്നു. Now the power of God is coming and casting it out. രണ്ടാമത്തേത്. The second one. ഇടത്തെ കക്ഷത്തിന് താഴെ ഈ സ്പോട്ടില്. The left side, right here. ഈ സ്പോട്ടില്. In right here. ലെഫ്റ്റ് ചെസ്റ്റില്. Left chest. അതിനകത്ത് പ്രശ്നമുണ്ട്. You have problem there. പക്ഷേ കർത്താവിന്റെ ശക്തി നിലവിൽ അടിക്കുന്നു. God's power is coming upon you. Take it in Jesus. Hallelujah. Oh, the power of God. Jesus is willing it. Yes. Amen. Take it. Take it. Take it. Oh, take it. Take it. Oh, take it. Take it in Jesus' name. Take it in Jesus' name. No need to wait for it. It's coming. Touch. 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 Oh, complete. ഈ ബോഡി വെയിറ്റ്ലെസ് ആയിക്കൊണ്ടിരിക്കുക. The body has become weightless right now. നിൽക്കാൻ പറ്റത്തില്ല അവിടെ. അതുപോലെ ദൈവശക്തി He is അടിച്ചോണ്ടിരിക്കുക. not able to stand. The power of God is coming upon him.
ഇതാകുന്നു ആ സമയം. This is the time. ഇത് ഹീലിംഗ് ടൈമാണ്. It is the time for healing. 7 years of bondage. There is a bondage of 7 years. അത് അഴിയുകയാണ്. It is leaving. Leave this body. Live. Oh, Jesus. Live. Live in Jesus' name. Get out of this body. In the name of Jesus. Yes. Yes. I can guarantee you are now you're perfect. In Jesus' Amen. name. Thank you, Lord. Thank you, Hallelujah. Jesus. Hallelujah. What was this? It's for how many years? Since 2008, it's almost 7 years. Okay. 7 years. Yeah, almost 2008. So because of diabetes, I think the head feels heavy. ഇവിടെ ഇങ്ങനെ വെട്ടിപ്പൊളക്കുകയായി It മനുഷ്യൻ. is like a splitting the head. That's what you're feeling. Oh, Jesus. Hallelujah. Head heaviness, and I feel dim, like I was praying there also, my head to become clear. Now it's clear. Give glory to Jesus. Amen. And what's the problem with the ear? I used to have heart arrhythmia. Heart. Heart, Arrhythmia means the heart beats irregularly. irregular heartbeat. So I think that's what You're completely healed. Enjoy your life. Enjoy your life. Amen. Hallelujah. കരമടിച്ചൊന്ന് യേശുവിൻ. Oh, Jesus is touching you, sister. ഈ മകളുടെ അരയ്ക്ക് കീഴ്പോട്ട് കർത്താവിന്റെ ബലം വരികയാണ്. Below your waist, the power of God is coming. കാലുകളിലേക്ക് രണ്ട് കാലുകൾക്കും To both the legs, ബലഹീനതയാണ്. the power is അവളെ coming. എഴുന്നേൽപ്പിച്ചാട്ടെ. Come. I want to pray for you. ഈ മകളുടെ രണ്ട് കാലുകളിലേക്കും കർത്താവിന്റെ ശക്തി വ്യാപരിച്ചു. I see both the legs, the power of God is coming in upon you. This is the time. This, amen. Father, in the name of Jesus. Oh, Jesus. Oh. Touch of Jesus. Touch of Jesus. ഇവളുടെ രണ്ട് കാലിൽ നിന്നും വലിച്ചു കളയുന്നത് പോലെ Something is pulling out of your leg. ഇവിടെ ഇങ്ങനെ വലിച്ചു കളയുന്നത് Something പോലെ is pulling out. യേശുവിന്റെ കരം വന്ന് വലിച്ചു കളയുക. Jesus' hand is taking it out. ഓ അവളെ പിടിച്ചോണം. Hold her. Hold her. ശക്രമ. Oh. Yeah, it's coming. The power of God is coming. Oh, Jesus. Take it. It's coming. Now. In the name of Jesus. Amen. Hallelujah. Oh, hallelujah. Jesus is touching you, sister. Amen. Come. Hallelujah. Power of God is hitting your body. Amen. Come. Amen. This is the spot. Hallelujah. Father, in the name of Jesus. Jesus, my Lord. Touch your daughter. Oh, the power of God is hitting you. Yes. It's coming. Oh, it's coming. പിടിക്കാൻ വരുന്ന ആളെ കൂടെ പിടിച്ചോണം. പിടിക്കാൻ വന്ന ആളെ കൂടെ പിടിച്ചോണം. തമാശ പറയല്ല. മകളെ സൗഖ്യമാവും. Oh, Jesus. അവളും സൗഖ്യമാവുന്നു. She is also getting healed. അവളും സൗഖ്യമാവുന്നു. She is getting healed. Oh, ഈ മകളുടെ മേൽ ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. Oh, the power of God is coming upon her. Yes. You are receiving the touch right now. Amen. Yes. Take it. The heaviness is coming. Amen. God, in the name of Jesus. ഈ മകളുടെ മേൽ അത് വ്യാപരിക്കട്ടെ. Amen. Let it flow on her. Touch
of God. Amen. Touch of God. The touch of God. Oh, Jesus. Let the touch of God. Let the touch of God. Oh, Jesus. Oh, ബോഡിയിൽ അത് റിവീൽ ആകാൻ തുടങ്ങുന്നു. It is revealing in the body. Yeah, it's revealing. It started revealing. Yeah, it's coming. It's coming. It's It's coming. coming. Hold her. Hold her. Touch in Jesus' name. Amen. Touch in Jesus' name. 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 Yeah. 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 It's coming. It's coming. It's coming. It's coming. Take it. Take it. It's your moment. It's your moment. Hallelujah. In the name of Jesus. In the name of Jesus. In the name of Jesus. Yeah, that's the spot. Yeah. അവിടെ ചൂട് തട്ടിക്കൊണ്ടിരിക്കുന്നു. There is a heat coming in that area. Yeah, that's the spot. Where you're She knows. touching. Amen. Yes, that's the spot. Amen. See? See the power of God? Yeah. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ Oh, she was unable to stand. That much power is coming to her. See. നിങ്ങൾ എല്ലാവരും കണ്ണു തുറന്നത് കണ്ട ദൈവശക്തി അവളുടെ മേൽ അടിക്കുന്നു. Open your eyes and see the power of God coming on her. Yes. It's coming. It's coming. Yes. അവിടെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. It's heating up in that area. Yeah. Oh, It's a major healing. it's amazing. Amen. She was waiting for this for last 10 years. Amen. But tonight is the night. Amen. Tonight is the night. Amen. Tonight is the night Hallelujah. which is prepared for you, sister. Amen. Hallelujah. Take it. In the name of Jesus. You got it. Amen. Give glory to Jesus. Amen. കരമടിച്ച് യേശുവിന് മഹത്വം Can we കൊടുക്കാം. clap your hands and glory to the Lord? Hallelujah. Okay. Let her go. Hallelujah. ഭയങ്കരമായിട്ട് സൗഖ്യത്തിന്റെ I അഭിഷേകം mean, വ്യാപരിച്ചു. the healing anointing is moving in this ഈ place. മകളെ കാലുകളെ കർത്താവ് സ്പർശിച്ചു. So God is touching her feet. ഭയങ്കരമായിട്ട് കാലുകളിൽ കർത്താവിന്റെ സ്പർശനം I mean, നടന്നു. God's touching is coming upon her feet or her legs. In Jesus' mighty In name. Jesus' name. Receive full health. Receive full health. Amen. Enjoy the health in abundance. Amen. Enjoy the divine health in Oh, abundance. hallelujah. In the name of Jesus of Nazareth. In the name of Jesus of Nazareth. In the name of Jesus of Nazareth. Enjoy the divine health in abundance. Yes, give glory to Jesus. It's over. Amen. Hallelujah. Hallelujah. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുക്കാം. Clap your hands and give Oh, glory to the Lord. Mahasyantarabia. Amen. Jesus. Jesus. Hallelujah. Yes, sister, you are healed. Yes, sister, you are healed. Oh, power of God. Oh, Jesus. Shankara. Allow her to sit. Sit in the front, no problem. Shankara Mahosia. Thank you, Lord. I give you praise. Oh, Jesus. You praise Jesus. It's a wonderful healing. Amen. Hallelujah. It's a wonderful healing. Amen. Sister, it's a wonderful healing. Hallelujah. What's your problem with it? I had a slip and fall almost 2 years ago, and I've had terrible pain and not able to stand for more than like 10 minutes or so at a time, or sit or do much of anything except sit in a recliner, take medicine. തെന്നി വീണതാണ് 2 വർഷത്തിന് മുമ്പേ. 10 മിനിറ്റിൽ കൂടുതൽ നിൽക്കുവാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. What happened now? What do you feel? My legs were uneven, my hips were uneven, and now I feel like they're even and pain is gone. Okay. Amen. Hallelujah. Give glory to Jesus. Amen. Hallelujah. Thank you, Jesus. Sister, Jesus is touching you. Oh. ഈ മകളുടെ തലയിൽ കർത്താവിന്റെ സ്പർശനം നടന്നു. God's touching is coming upon her head.
I command you, spirit of headache, leave. Leave her. Leave her. Get out of this body. 21 years. She suffered a lot. But tonight is the night. Tonight is the night. Open your eyes. See, the power of God is touching your body. In the name of Jesus. Live. 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 Live this body. Oof, the power of God is touching you. ഈ മകളുടെ തലയിൽ 21 വർഷം കൊണ്ട്. For 21 years in her head. Jesus. ദാ ഇവിടെ. That's right here in the head. കർത്താവ് ഇന്ന് അതിനെ അഴിക്കുക. God is losing it tonight. ആ സ്പിരിറ്റ് മകളെ വിട്ടുപോവുക. That spirit is leaving her. ഇന്ന് അത് ഇറങ്ങിപ്പോവുക. I mean, it is leaving tonight. അത് വിട്ടുപോവുക. It is leaving. Yes, അത് വിട്ടുപോവുക. It has to go. Yeah, just let her sit there. Yeah. Spirit is. That spirit is leaving. In the name of Jesus. In the name of Jesus. Give glory to Jesus. Amen. Hallelujah. 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 The heal. See that, sister? Sister, you are receiving the touch of God right now. Oh, Jesus. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. One in the back. Thank you, Jesus. Thank you, Lord. Thank you, Jesus. Deeply you are asking to Jesus. Amen. Lord, please touch me. Amen. എന്നെ തൊടണമേ എന്നുള്ള അന്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. He is touching you. ഓ ദൈവം അവളെ തൊടുകയാണ്. ഇവളുടെ ഒരു വശം മുഴുവൻ കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. Oh, God's touching is coming upon on whole body of one side of her body. Full side, especially the left side. Oh, left side. The left side of her body is under the power of God right now. Amen. Jesus. Oh, you are receiving something supernatural. Amen. Amen. Yes. Amen. It's coming. It's coming. Take it. Take it. Hold on. Shakra Maha. See through. In the name of Jesus. In the name of Jesus. In the name of Jesus. Oh, pillar, pillar and healer. Oh, Jesus. This is the time and this is the moment. Hallelujah. My Jesus is restoring your life. Amen. Amen. ഇവളുടെ ജീവിതം മുഴുവൻ യേശു എന്ന് പണിയുകയാണ്. God is building her life. Yes. Amen. നിന്റെ ജീവിതത്തെ കർത്താവ് പണിയുകയാണ്. God, Jesus is building your life today. നീ ലോസ്റ്റ് അല്ല, നിന്നെ ഫൗണ്ട് ചെയ്തിരിക്കുകയാണ്. നീ നഷ്ടപ്പെട്ടവളല്ല, നിന്നെ കണ്ടുകിട്ടിയവളാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. നീ റിജക്റ്റഡ് അല്ല, നീ അക്സെപ്റ്റഡ് ആണ്. ഓ, നിന്നെ തിരസ്കരിക്കപ്പെട്ടവളാണ്, നിന്നെ സ്വീകരിക്കപ്പെട്ടവളാണ്. നിന്റെ ലോൺലിനെസ് മാറുന്നു മകളെ. നിന്റെ ഏകാന്തത വിട്ടുപോകുന്നു. ഭയങ്കരമായിട്ട് ഇവളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. Oh, Holy Spirit is touching her heavily. ഒരു വലിയ നിക്ഷേപം ഇവളുടെ മേൽ വീഴുന്നു. Oh, a great treasure is falling upon her. Yes, yes, ഒരു വലിയ നിക്ഷേപം ഇവളുടെ മേൽ വീഴുന്നു. കരമടിച്ചു യേശുവിന്റെ മഹത്വം കൊടുത്തു. In the name of Jesus. In the name of Jesus. Completely Jesus is restoring her. Oh, thank you, Lord. I give you praise. Completely Jesus is restoring. Oh, hallelujah. Thank you, Jesus. My Jesus is restoring you completely. Oh, hallelujah. Hallelujah.
In the name of Jesus. Amen. Amen. ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയും. Jesus is telling me to pray for somebody who lost the hearing in 1 year. ഇപ്പോൾ അത് റെസ്റ്റോർ ചെയ്യപ്പെടുമെന്ന് യേശു പറയും. Jesus is saying that it is getting restored right now. ആരും കൈ ഒന്നും പോക്കണ്ട, ഞാൻ കാണിക്കാം. You don't have to raise your hand. I will show who it is. കർത്താവ് ആ ചെവിയുടെ കേൾവിയെ തിരിച്ചു തരിക. Jesus is giving that hearing back to you. ഇത് നിങ്ങളുടെ സമയമാണ്. It is your time. ഇന്ന് ആ ഹിയറിംഗ് തിരിച്ചെടുക്കുകയാണ്. I mean, you are taking that hearing back. Sister, Jesus is touching you. Amen. Amen. Yes. Amen. Come first. Amen. Shakra Mahasya. Hallelujah. Hallelujah. Moro Hallelujah. Oh. Hallelujah. Oh. Hallelujah. 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 Thank you, Jesus. Thank you, Lord. Aha. Enna pere? രമണി. Ramani aunty. Ramani aunty. ഏത് ചെവിയാ? എങ്ങനെയാ പോയെ? ഇയറിന് ഇൻഫെക്ഷൻ ആയതാണ്. Ear infection. എയർ ഇൻഫെക്ഷൻ വന്നു. ഓക്കെ. ഏതാ കംപ്ലീറ്റ്ലി പോയിരിക്കുന്നത്? ഇതാ. Which one completely gone? Oh, you're The one using on- that. Okay, hearing aid. She's Okay. using hearing aid. Oh, both. On both ears. Yes, hallelujah. Amen. Amen. Reveal your glory. Amen. Hori bala bala. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. Yeah, it's coming. Take it. Take it in Jesus' name. Yes. 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 Oh, ഈ അമ്മയുടെ മേൽ കർത്താവിന്റെ സ്പർശനം വന്നുകൊണ്ടിരിക്കുന്നു. Amen. The touch of God is coming upon this mother. ഇത് മാത്രമല്ല, രണ്ട് സൗഖ്യങ്ങൾ ഈ മകളുടെ മേൽ നടക്കും. There are 2 healing happened upon her body. ഇപ്പൊ തന്നെ ആ നിൽക്കുന്ന ആ സിസ്റ്റർ സൗഖ്യമായിക്കോട്ടെ. Which one? The second one? Yeah, second one. Oh, okay, so you are getting healed. Yeah, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഇങ്ങോട്ട് വരണമെന്നില്ല. ആ ബ്രദർ സൗഖ്യമാവുന്നു. അവരുടെ രണ്ടുപേരുടെ മേലും ദൈവശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ട്. Amen. Hallelujah. കരങ്ങളിലേക്ക് യേശുവിന്റെ ആ ബ്രദറിന്റെ കയ്യെ വന്ന യേശുവിന്റെ കരം തൊടുന്നു. Jesus' hand is touching his hand. Hallelujah. Amen. Jesus. Amen. ഈ രമണി ആൻറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഹീൽ ആവട്ടെ. Amen. Let the Ramani aunty completely heal. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. 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 ഒരു കസേര എടുത്തിക്കോ. Let us sit in a chair. Oh, the power of God. Amen. Hallelujah. നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവിന്റെ സ്പർശനം വരുന്നു. Oh, the touch of God is coming in your family. Glory of God is coming. In the name of Jesus. Amen. ഈ മനുഷ്യന്റെ കൈയെ കർത്താവ് തൊടുന്ന ഞാൻ. I see that God is touching his hand. കൈകളെ കർത്താവ് സ്പർശിക്കും. I see God touching his hand. In the name of Jesus. Oh, യേശുവിന്റെ നാമത്തിൽ. ഈ സമയത്ത് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പറയുന്നു. Jesus is telling me to pray for people who have hormone imbalance. അവരെ സൗഖ്യമായിക്കൊണ്ട്. They are getting healed right now. ഇതാകുന്നു അവരുടെ സൗഖ്യത്തിന്. This is the time for them to get healed. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. ഹോർമോണൽ ഇംബാലൻസുകൾ സൗഖ്യമാവും. Hormone imbalance is getting healed. In the name of Jesus. In Jesus' name. Touch of God. Touch of God. Oh, touch Jesus. of God. Touch of God. Amen. Touch of God. Touch of God. Get ready, people of God. Amen. Get ready. Hallelujah. Get ready. Few more healings. Hallelujah. Sankra Mahasya Antara. Marshia Boro Mahasya. Lendara Marshikri Miniantara. Jesus. Cartilage തേഞ്ഞു തീർന്ന വ്യക്തികളെ സൗഖ്യമായി. Somebody whose cartilage is gone, they are getting healed.
യേശുവിന്റെ നാമത്തിൽ കാൽമുട്ടിലെ കാർട്ടിലേജുകൾ തീർന്നവരെ സൗഖ്യമായി. I mean, those who lost the cartilage on the knees, they're getting healed. ഒരാളുടെയും കൂടെ ചെവിയെ കർത്താവ് റെസ്റ്റോർ ചെയ്യും. There's one more person God is restoring the hearing. Who is that person? Who is that person? ഹിയറിംഗ് നഷ്ടപ്പെട്ട ഒരു ചെവിക്കും കൂടെ കർത്താവ് കേൾവി തിരിച്ചു കൊടുക്കും. I mean, come forward. Yeah, hearing of Jesus. Amen. Left one, right? Huh? Bass frequency I lost, and after that I got the dizziness, vertigo problem. Jesus. Hallelujah. Father, in the name of Jesus. Oh. ഇന്ന് ഈ മകനെ വിട്ട് കംപ്ലീറ്റ് വീക്ക്നെസ്സുകളായി. Oh, the weakness is leaving him completely tonight. നീ ഒരുപാട് സമയങ്ങളിൽ സ്ഥലങ്ങളിൽ റെസ്റ്റ് ഇല്ലാതെ എൻ്റെ നാമത്തിന് വേണ്ടി ഓടേണ്ടിയവനാണ്. Oh, you have to run around for long time and too many places for the Lord. അതുകൊണ്ട് ഒരു ഡിവൈൻ ഹെൽത്തിന്റെ ഇമ്പാർട്ടേഷൻ നിന്റെ മേൽ വീഴുകയാണ്. I mean, there is a divine impartation of health is coming upon you, falling upon you. 2014 നിനക്ക് വീക്ക്നെസിന്റെ വർഷമെങ്കിൽ 2015 ദിവ്യ ആരോഗ്യത്തിന്റെ വർഷം. 2014 was a year of weakness. 2015 will be a year of health. Year of divine divine healing, divine health. ദിവ്യ ആരോഗ്യത്തിന്റെ വർഷം. Divine health. അത് വ്യാപരിക്കുന്നു. I mean, it's happening. It's happening. Yeah. Take it. Amen. Thank you. Jesus name. Oh, it's a major healing. Completely. ഈ മനുഷ്യന്റെ ചെവിക്കകത്തുള്ള ഹോളുകൾ അടഞ്ഞുകൊണ്ടിരിക്കുന്നു. I mean, the holes in his ears are getting sealed. അരിപ്പ പോലെയുള്ളത് അടഞ്ഞുകൊണ്ടിരിക്കുന്നു. Oh, it is like a mesh. It is getting healed. In the name of Jesus. Oh, in Jesus' name. ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടിട്ട് ഒരു വശത്തേക്ക് തെന്നിപ്പോകുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. ആ വ്യക്തിയെ സൗഖ്യമായി. I mean, somebody who is losing your balance because of the ear balance is losing, so God is healing them. ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. I mean, that person is also getting healed. That person is here. That person is right here. ഇവിടെ ഉണ്ട്. It's here. യേശു സൗഖ്യമാക്കുന്നു. Jesus is healing. യേശു സൗഖ്യമാക്കുന്നു. Jesus is healing. ഇയർ ബാലൻസ് നഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വശത്തേക്ക് തെന്നി പോകുന്ന വ്യക്തി സൗഖ്യമാകും. Because they lost the ear balance and they go on one side. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. Jesus is healing. Oh, Rabba Sikaribiya. Amen. Hallelujah. He is that person. Oh, he is that person. I know he is the person. ഇദ്ദേഹത്തിന് അസ്വസ്ഥതയാണ്. I know he is the person. He told me today. Is it? Yes. Is it? Yes, I know. Yeah, he had vertigo. So I know. Ear balance. He lost. Oh, praise Amen. God. Amen. Hallelujah. Hallelujah. Amen. സൗഖ്യമാവുക. അത് കരമടിച്ചോ യേശുവിന്. Amen. Hallelujah. 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 Oh, hallelujah. Welcome to the divine health. Amen. Hallelujah. Hallelujah. 2015 is the year of divine health in abundance. Oh, amen. You will enjoy the divine health. Amen. Amen. Hallelujah. Hallelujah. You will travel a lot, especially this year. So you will receive the divine health in abundance for that. So enjoy it from today. Amen. Hallelujah. Amen. Hallelujah. Congratulations. Hallelujah. Give glory to Jesus. Oh, hallelujah. Give glory to Jesus. Hallelujah. Hallelujah. കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തോത്രം. Clap your hands and give glory to the കരങ്ങളെ Lord. അടിച്ചൊന്ന് യേശുവിനെ. Clap your hands and give glory to the Lord. കരങ്ങളെ തട്ടി യേശുവിനെ. Oh, clap your hands and worship the Lord. Oh, Jesus. Hallelujah. In the name of Jesus. Oh, യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Wet ഫ്ലോറിൽ വീണത് ഹേതുവായിട്ട് I mean, somebody who fell on wet floor, നട്ടലിനുള്ള അസ്വസ്ഥതകൾ സൗഖ്യം. they have trouble in the backbone, it is getting healed. വർഷങ്ങൾ പഴകിയതത്രേ. It is many years ago it happened. പക്ഷെ ഇന്ന് അത് അഴിഞ്ഞു പോവുകയാണ്. It is leaving now, today. ഇപ്പോ അത് അഴിഞ്ഞു പോകും. Right now it is leaving. ഇനി അതിന് ആ നട്ടലിരിക്കാൻ അധികാരമില്ല. I mean, that have no reason to sit in that backbone. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ആ നട്ടലിലേക്ക് നിങ്ങളുടെ കരം അമർത്തി വെക്കുക. Oh, lay your hand upon that area and the backbone. ആ അസ്വസ്ഥതയുള്ള ഒരു പെട്ടെന്ന്
നട്ടലിലേക്ക് Those who കരമർത്തി have വെച്ചു. that problem, lay your hand upon that backbone. ഈ സെക്കൻഡിൽ തന്നെ That in this time itself. യേശുവിന്റെ നാമത്തിൽ Oh, in the name of Jesus. ആ നട്ടലുകൾ സൗഖ്യമാവട്ടെ. Oh, that let the backbone be healed. ഇപ്പോൾ തന്നെ അത് സൗഖ്യമാവട്ടെ. Oh, let it be healed right now. ക്രൂശിൽ യേശു അത് എടുത്തു മാറ്റിയതാണ്. Oh, Jesus removed that on the cross. ഇനി അതിന് അധികാരമില്ല. It has no power to sit there. ഇപ്പോൾ തന്നെ അത് വിട്ടുമാറട്ടെ. I mean, let it leave right now. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ആ ചതഞ്ഞു കിടക്കുന്നവരുടെ സൗഖ്യമാവട്ടെ. Oh, that is what is just trying to be leave. ഇപ്പോൾ തന്നെ അത് ഒഴിഞ്ഞു പോകട്ടെ. Let it leave right now. പൂർണ്ണമായിട്ട് സൗഖ്യമാവട്ടെ. Let it be healed completely. യേശുവിന്റെ In നാമത്തിൽ. the name of Jesus. യേശുവിന്റെ In the നാമത്തിൽ. name of Jesus. യേശുവിന്റെ In നാമത്തിൽ. the name of Jesus. ആമേൻ. Amen. Say amen. Say amen. ആമേൻ. Amen. അച്ഛനെ ആ കർത്താവ് തൊടുന്ന ആ വിഷയത്തിൽ Yeah. you are that person. റൈറ്റ് സൈഡില് ദാ ഇവിടെ ഇവിടെയാ പ്രശ്നം. You are the person. It's on the right side. This prayer. ഇവിടെ Amen. Right അല്ലേ? here. Yes. Yes. സൗഖ്യമായിക്കോ. I mean, he's healed. Amen. Receive it. Amen. ശക്രമ. I had a burn. He says I had a burning here. Burning on my thigh, completely burning sense. Oh. Amen. Hallelujah. When prayer was there, Even now you can. Yes, I have the burning. It is here. It is. he has a burning sensation in his right thigh. Power Amen. of God. Amen. Hallelujah. Hallelujah. Give glory to Jesus. Oh, hallelujah. Give glory to Jesus. Amen. Hallelujah. ഡിട്രോയിറ്റുകാർക്ക് കരമടിക്കാൻ അറിയത്തില്ലായോ? Amen. Detroit people don't പോലീസ് know how to സ്റ്റേഷനിൽ clap നിൽക്കുന്നവരെ കയ്യും hands. കെട്ടി നിൽക്കാതെ കൈ അടിക്കുക. Hallelujah. Let's clap the hands. Oh glory. Hallelujah. Oh glory. He is wonderful. Hallelujah. എന്റെ ആ അച്ചായനെ കർത്താവ് തൊടുന്നുണ്ട് കേട്ടോ. Oh, God is touching. അമ്മീശക്കാരൻ അച്ചായനെ കണ്ടോ? അതെ. Oh, amen. ജയ അച്ചായനെ കർത്താവ് തൊടുന്നുണ്ട് കേട്ടോ. One in the middle. ലാസ്റ്റില് യാ അതാ ആ നിൽക്കുന്ന ആള്. ഹാഫ് കൈ Okay. Oh, no. ആഹാ. Acha. Achanganya. This is his word. യേശുവിന്റെ കരം തൊടുന്നത് ഞാൻ കണ്ടു. I see the hand of God touching your back. Oh Jesus. Amen. Oh the power of God. Oh, man. Thank you Jesus. Amen. Oh the glory of God. Amen. Somebody. Touch him. Touch him. Oh, touch. Touch of God. Touch of God. Oh, hold on. Hold. Amen. So for many years, ഈ ഒരു കാല് മുഴുവൻ സൗഖ്യമാവുക. Your hand is completely, your leg is completely getting healed. ഈ ഒരു കാല് മുഴുവൻ അച്ചായനെ സൗഖ്യമാണ്. Amen. This whole leg is getting healed. അച്ചായനെ കർത്താവ് സൗഖ്യമാണ്. Amen. Hallelujah. Receive it in Jesus. Amen. Receive it in Jesus. Amen. Receive it in Jesus. Amen. Receive Amen. Receive Hallelujah. it in Jesus. Hallelujah. Receive it in Jesus. Amen. In the name of Jesus, Oh, you are Jesus. receiving Hallelujah. that. You are receiving that in Jesus' Hallelujah. name. Thank you, Jesus. You are receiving that in Jesus' name. Jesus. In the name of Jesus. Amen. Let it happen in Jesus' mighty name. Oh, Jesus. ഈ മകളുടെ തലയിൽ കർത്താവിന്റെ സ്പർശനം നടന്നു. Oh, Raji, your head is, Raji, Sister Raji, your God is touching your head. നിന്റെ തലയിൽ യേശുവിന്റെ സ്പർശനം. God's touching your head. In the name of Jesus. In the name of Jesus. Father God, reveal your glory. Amen. Lift up your holy name. Amen. Set her free. Amen. In the name of Jesus. Amen. In the name of Jesus. Amen. Hallelujah. In the name of Jesus. Hallelujah. Oh, the touch of Jesus is coming. Amen. Hold on. പിടിച്ചോണം. Oh, hold her. Touch of God is revealing. Oh, Jesus. Touch of Hallelujah. God is Hallelujah. revealing. Touch. Touch of Jesus is revealing. You are receiving it. In the name of Jesus. In the name of Jesus. Amen. In the name of Jesus.
We glorify your holy name. Amen. In Jesus' name. Amen. Oh, give glory to Jesus. Amen. 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 In the name of Jesus. Oh, hallelujah. Jesus. Thank you, God. Thank you, Jesus. What healing you are expecting? Arthritis for last how many years? How many years? എത്ര വർഷമായി? 2 years. Hallelujah. എന്റെ കൂടെ ഒന്ന് എഴുന്നേൽക്കാമോ? എന്നോട് Can you all ചേർന്ന് stand up along with me? യേശു വലിയവൻ, Hallelujah. അത്ഭുതങ്ങൾ ചെയ്പവൻ, ഉമ്മെ പോലെ യാരുമില്ലേ, ഉമ്മെ പോലെ യാരുമില്ലേ. യേശു വലിയവൻ എന്ന് പാടിക്കേ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. You are great, you are great, you do miracles so great, there is no one else like you, there is no one else like you. Yeshu Aliyavan, Yeshu Aliyavan, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, you are great, you do miracles so great, there is no one else like you, there is no one like you, there is no one else like you. ഉമ്മെ പോലെ യാരുമില്ല. You are great, you do miracles so great, there is no one else like you, there is no one else like you. So great, there is no one else like you, there is no one else like you. സ്തുതിച്ചു പാടിടും മഹിമയുമക്ക്, ഈ എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും, സ്തുതിച്ചു പാടിടും
മഹിമയുമക്ക് ഈ എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ സ്തുതിച്ചു പാടിടും മഹിമയുമക്ക് ഈ എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക് ഈ എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, നമ്മെ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, നമ്മെ പോലെ ആരുമില്ലേ. നമ്മെ പോലെ ആരുമില്ല. വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, നമ്മെ പോലെ ആരുമില്ലേ. അങ്ങേ പോലെ ആരുമില്ല. യാരുമില്ല. യേശുവേ കരങ്ങളെ അടിച്ചുകൊണ്ട് Jesus, we praise in your holy name. We lift up your holy name. Oh, ഈ എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക് ഈ എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക് ഈ എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. അങ്ങ് വലിയവൻ, അങ്ങേ പോലെ ആരുമില്ലേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇതാകുന്നു ആ സമയം. യേശു വന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. Oh, Jesus came and did everything for us. ചെയ്ത മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയാൽ, Oh, the one who did because of his work, ഞങ്ങൾ ജീവിക്കുന്നു. we are living. Thank you, Jesus. Thank you, Lord. Praying for the people, those who are online, Lord Jesus. കർത്താവേ, ഈ സമയത്ത് തന്നെ ചെയ്തു കഴിഞ്ഞ യേശു അവരുടെ പക്ഷമായിരിക്കാൻ സ്തോത്രം. ചെയ്തു കഴിഞ്ഞ യേശു അവരുടെ പക്ഷമായിരിക്കാൻ സ്തോത്രം. ആ യേശുവിൽ എന്തെല്ലാം ഉണ്ടോ, ചെയ്തു കഴിഞ്ഞതിലൂടെ എന്തെല്ലാം അവർക്ക് കിട്ടിയോ, അത് മുഴുവൻ അവർ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. The full profit of the finished work. Hallelujah. Let them enjoy in their life, Lord Jesus. Wherever they go, let them go with this confidence that it is finished. It is finished. It is finished. Hallelujah. It is finished. Hallelujah. Hallelujah. The one who did is my faith. Amen. He is in my side. He is in my side. I know what all the things needed to be ordered will be ordered unto us in all time. In on time. Thank you, Jesus, for the confidence to approach the throne of grace. Amen. For the mercy. Amen.
We love you. You are our Savior and you are our Lord. Hallelujah. Thank you, Jesus. Amen. Amen. Amen.